സിവിക് കോൺഷ്യസ്നസ്, പൗരബോധം. ഈ ചാപ്റ്റർ നമ്മൾ തുടക്കം തന്നെ പറയുന്നത് പൗരബോധമുള്ള വ്യക്തികൾക്ക് ഉദാഹരണത്തോടു കൂടിയാണ്. അതിൽ കുറച്ച് ഭാഗം പ്രധാനമായിട്ടും ഒന്നാമത്തത് ഹജ്ജബ്ബ, പിന്നെ കല്ലേൻ പൊക്കുടൻ, പിന്നെ APJ അബ്ദുൽ കലാം, മദർ തെരേസ, മൈലമ്മ, ദശരഥ മാഞ്ചി തുടങ്ങിയവരാണ്. അപ്പോൾ ഹജ്ജപ്പ കർണാടക ഫ്രൂട്ട് സെല്ലറാണ്. അദ്ദേഹം ഒരു സ്കൂൾ ആരംഭിച്ചു. പൂർ ചിൽഡ്രൻ, പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്. അദ്ദേഹത്തിന് പത്മശ്രീ ലഭിക്കേണ്ടായി 2020. കല്ലേൻ പൊക്കുടൻ പ്ലാന്റഡ് മാംഗ്രോവ്സ് ആൻഡ് ക്രിയേറ്റഡ് എൻവയോൺമെൻറ്റൽ അവയർനെസ്, കണ്ടൽക്കാടുകൾ വെച്ചുപിടിപ്പിക്കുകയും അതേപോലെ തന്നെ പരിസ്ഥിതി ബോധവൽക്കരണം നടത്തുകയും ചെയ്ത വ്യക്തിയാണ്. അതിൽ APJ അബ്ദുൽ കലാം ഗവ് വാല്യുബിൾ സർവീസ് ഇൻ റിലേറ്റഡ് സ്പേസ് ഡിഫൻസ് സയൻസ്. മദർ തെരേസ സെർവ്ഡ് പുവർ ഡെസ്റ്റിറ്റ്യൂട്ട് സെൽഫ്ലെസ്ലി, പാവപ്പെട്ട ആശ്രയരായിട്ടുള്ള ആൾക്കാർക്ക് സേവനം നൽകിയ വ്യക്തിയാണ് മദർ തെരേസ. മൈലമ്മ ഫോർട്ട് അഗെയിൻസ്റ്റ് ദ വാട്ടർ എക്സ്പ്ലോയിറ്റേഷൻ ബൈ മൾട്ടിനാഷണൽ കമ്പനി ഇൻ എർ വില്ലേജ്. അപ്പോൾ അവരുടെ വില്ലേജ് പ്ലാച്ചിമട എന്ന വില്ലേജിൽ ജലചൂഷണം നടത്തിയ കൊക്കോള കമ്പനിക്കെതിരായി പ്രവർത്തിച്ച വ്യക്തിയാണ് മൈലമ്മ. ദശരഥ മഞ്ചി ഹിസ് ലൈഫ് പ്രൊവൈഡ് ദ മോറൽ ലെസൺ ദാറ്റ് എ സ്മാൾ മാൻ വിത്ത് നോ മണി ഓർ പവർ ചാലഞ്ച് എ ലാർജ് മൗണ്ടൻ ആൻഡ് ബിൽറ്റ് എ റോഡ് ടു ഹിസ് വില്ലേജ് ഓൺ എസ് ഓൺ. അപ്പോൾ ദശരഥ മാഞ്ചി തൻ്റെ ഗ്രാമത്തിൽ ഒരു വലിയ മലയുണ്ടായിരുന്നു, അത് കീറി മുറിച്ച് ഒരു റോഡ് പണി കഴിപ്പിക്കുകയുണ്ടായി. അതാണ് ഇത്രയും ഭാഗം. അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇതാരൊക്കെയാണ്, അതേപോലെ തന്നെ അവർ ചെയ്ത സേവനങ്ങൾ എപ്രകാരമുള്ളതാണെന്നും കൂടി മനസ്സിലാക്കി വെച്ചിരിക്കുക. അതിൽ നമ്മൾ ആദ്യം തന്നെ പറയുന്ന കാര്യം ഇങ്ങനെയുള്ള ആൾക്കാരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഐഡൻറ്റിഫൈ ദ കോമൺ ഫീച്ചേഴ്സ് ഫൗണ്ട് അമംഗ് ദ പേഴ്സണാലിറ്റീസ് ഹാവിങ് ഐഡിയൽ സിവിക് കോൺഷ്യസ്നസ്. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പൊതുവായിട്ടുള്ള സവിശേഷതകൾ? ഡൈവർജൻറ്റ് തിങ്കിങ്, മറ്റുള്ളവരെ പോലെയല്ല, അവർക്ക് വ്യത്യസ്തമായ ചിന്തയായിരിക്കും ഉണ്ടാവുക. ഡൈവർജൻറ്റ് തിങ്കിങ്, വ്യത്യസ്തമായ ചിന്ത. സെൽഫ്ലെസ് ആക്ടിവിറ്റീസ്, നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾ. അവയർനെസ് അബൌട്ട് ദ പ്രോബ്ലംസ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് ഫെലോ ബീങ്സ്, എന്നുവെച്ചാൽ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചും സഹജീവികളെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ്. ആൻഡ് വില്ലിങ്നെസ് ടു സെർവ്, സേവന സന്നദ്ധ മനോഭാവം, പണമൊന്നും വാങ്ങാതെ തന്നെ സേവനം ചെയ്യാനുള്ള മനോഭാവം. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ഫീച്ചേഴ്സ് ഐഡിയൽ പേഴ്സണാലിറ്റീസിൻ്റെ അല്ലെങ്കിൽ ഈ സിവിക് കോൺഷ്യസ് ഉള്ള ആൾക്കാരുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. ഡൈവർജൻറ്റ് തിങ്കിങ്, സെൽഫ്ലെസ്നെസ്, വ്യത്യസ്തമായ ചിന്ത, സെൽഫ്ലെസ് ആക്ടിവിറ്റീസ്, സ്വാർത്ഥതയില്ലാത്ത പ്രവർത്തനം, അതുപോലെ തന്നെ അവയർനെസ് അബൌട്ട് ദ പ്രോബ്ലംസ് ഓഫ് സൊസൈറ്റി ആൻഡ് ഫെലോ ബീങ്സ്, സമൂഹത്തെക്കുറിച്ചും അതുപോലെ തന്നെ സഹജീവികളുടെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ്. ആൻഡ് വില്ലിങ്നെസ് ടു സെർവ്, സേവന സന്നദ്ധ മനോഭാവം. ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട സവിശേഷതകൾ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സിവിക് കോൺഷ്യസ്നസ്, പൗരബോധം എന്നാൽ എന്ത്? സിവിക് കോൺഷ്യസ്നസ് ഈസ് എ റെക്കഗ്നീഷൻ ദാറ്റ്, ആ റെക്കഗ്നീഷൻ എന്ന വാക്കാണ് നമ്മുടെ ആൻസർ. സിവിക് കോൺഷ്യസ്നസ് ഈസ് എ റെക്കഗ്നീഷൻ ദാറ്റ് ഈച്ച് സിറ്റിസൺ ഈസ് ഫോർ ദ സൊസൈറ്റി, ഓരോ പൗരന്മാരും സമൂഹത്തിന് വേണ്ടിയുള്ളതാണ് എന്നുള്ള തിരിച്ചറിവാണ് സിവിക് കോൺഷ്യസിൻ്റെ അടിസ്ഥാനം. നമ്മളെല്ലാവരും ആർക്ക് വേണ്ടിയുള്ളതാണ്? സമൂഹത്തിന് വേണ്ടിയുള്ളതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനം. അവർക്ക് ആ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനം. സിവിക് കോൺഷ്യസ്നസ് ഈസ് എ റെക്കഗ്നീഷൻ ദാറ്റ് ഈച്ച് സിറ്റിസൺ ഈസ് ഫോർ ദ സൊസൈറ്റി ആൻഡ് ജെനുവിൻ ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി, സമൂഹത്തിൻ്റെ നല്ല താല്പര്യങ്ങൾ ആർ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സിറ്റിസൺ, പൗരൻ്റേതാണെന്നുമുള്ള തിരിച്ചറിവാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ നല്ല താല്പര്യങ്ങൾ പൗരൻ്റേതാണെന്ന് ഉള്ള തിരിച്ചറിവാണ് സിവിക് കോൺഷ്യസിൻ്റെ അടിസ്ഥാനം. എന്ന് വെച്ചാൽ നല്ല സമൂഹം മുന്നോട്ട് വയ്ക്കുന്ന നല്ല താല്പര്യങ്ങൾ പൗരന്മാർ നിറവേറ്റാൻ ബാധ്യസ്ഥരാണ് എന്നുള്ള ആ ഒരു ഇതാണ്, ആ ഒരു തിരിച്ചറിവാണെന്ത് സിവിക് കോൺഷ്യസ്നസ്. അപ്പോൾ സിവിക് കോൺഷ്യസ്നസ് ഇസ് ദ റെക്കഗ്നിഷൻ ദാറ്റ് ഈച്ച് സിറ്റിസൺ ഈസ് ഫോർ ദ സൊസൈറ്റി ആൻഡ് ജെനുവിൻ ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി, സമൂഹത്തിന് ഉത്തമ താല്പര്യങ്ങൾ ആർ ദ ഇൻട്രസ്റ്റ് ഓഫ് സിറ്റിസൺ, അത് വ്യക്തിയുടേതാണെന്നുള്ള തിരിച്ചറിവാണ് സിവിക് കോൺഷ്യസിൻ്റെ അടിസ്ഥാനം. ഇനി ദോസ് ഹു ഹാവ് എ സിവിക് കോൺഷ്യസ്, പൗരബോധമുള്ള ആൾക്കാർ വിൽ ആൾവേസ് ബി റെഡി ടു വർക്ക് ഫോർ ദ സൊസൈറ്റി, എപ്പോഴും പൗരബോധമുള്ള ആൾക്കാർ എപ്പോഴും സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കും. അത് വേണമെന്നില്ല, അത്രയും പഠിച്ചാൽ മതി. ഇനി ഏറ്റവും മുകളിലത്തെ സെൻറ്റൻസും കൂടെ അതൊന്നും മനസ്സിലാക്കിയ ഇൻഡിവിജ്വൽ ഇൻ ദ മോഡേൺ സൊസൈറ്റി ഈസ് നോൺ ആസ് സിറ്റിസൺ. അപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ എല്ലാ വ്യക്തികളെയും എന്തായിട്ടാണ് കണക്കാക്കുന്നത്? സിറ്റിസൺ, ആധുനിക സമൂഹത്തിലെ പൗരന്മാരായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. സിവിക് കോൺഷ്യസ്നസ് ഈസ് എ റെക്കഗ്നീഷൻ ദാറ്റ് ഈച്ച് സിറ്റിസൺ ഈസ് ഫോർ ദ സൊസൈറ്റി, ഓരോ വ്യക്തികളും ആർക്ക് വേണ്ടിയുള്ളതാണ്? സമൂഹത്തിന് വേണ്ടിയുള്ളതാണെന്നും. ആൻഡ് ജെനുവിൻ ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി, സമൂഹത്തിൻ്റെ ഉത്തമ താല്പര്യങ്ങൾ പൗരൻ്റേതാണെന്നുമുള്ള ആ തിരിച്ചറിവാണ് സിവിക് കോൺഷ്യസ്നസ്. ഇനി അടുത്ത ഭാഗത്തിൽ ലാക്ക് ഓഫ് സിവിക് കോൺഷ്യസ്നസ് വിൽ ബാഡ്ലി അഫക്റ്റ് ദ പ്രോഗ്രസ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി. എങ്ങനെയാണത് ബാധിക്കുന്നത്? അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് സിവിക് കോൺഷ്യസ്നസ്. സിവിക് കോൺഷ്യസ്നസ് ഇൻഫ്ലുവൻസ് ദ പ്രോഗ്രസ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി. അപ്പോൾ പൗരബോധം രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്കും സമൂഹത്തിൻ്റെ പുരോഗതിക്കും ഒരു സ്വാധീനം ചെലുത്തുന്നു, വളരെ പ്രധാനപ്പെട്ട സ്വാധീനം ചെലുത്തുന്നത് രാജ്യത്തിൻ്റെയും അതേപോലെ തന്നെ സമൂഹത്തിൻ്റെയും പ്രോഗ്രസ്സിന് വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് സിവിക് കോൺഷ്യസ്നസ്. ഇൻ ദ ആബ്സെൻസ്, അവിടെ നിന്നാണ് നമ്മുടെ ആൻസർ. ഇൻ ദ ആബ്സെൻസ് ഓഫ് സിവിക് കോൺഷ്യസ്നസ്, സിവിക് കോൺഷ്യസ് ഇല്ല എങ്കിൽ ഹ്യൂമൻ ബീങ്സ് വിൽ ബിക്കം സെൽഫിഷ്, ഹ്യൂമൻ ബീങ്സ് എന്തായി മാറും? സെൽഫിഷായി മാറും.
ആൻഡ് ആൾ ആക്ടിവിറ്റീസ് ഫോർ ഹിസ് ഓൺ അച്ചീവ്മെൻറ്റ്സ്, സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ കഞ്ചാവോ മറ്റു കാര്യങ്ങളൊക്കെ വിറ്റഴിച്ചുകൊണ്ട് സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി ശ്രമിക്കും. അവിടെ മറ്റുള്ളവർക്ക് ദോഷകരമാവുമെന്നുള്ള ചിന്തിക്കുന്ന പോലുമില്ല, സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇൻ ദ അബ്സെൻസ് ഓഫ് സിവിക് കോൺഷ്യസ്നസ് ഹ്യൂമൻ ബീങ്സ് വിൽ ബിക്കം എന്തായിത്തീരും? സിവിക് കോൺഷ്യസ്, അതായത് ഹ്യൂമൻ ബീങ് എന്തായി വരും? സെൽഫിഷ് ആയിത്തീരും. അപ്പോൾ സിവിക് കോൺഷ്യസ്നസ് അഥവാ പൗരബോധമില്ല എങ്കിൽ ഹ്യൂമൻ ബീങ്സ് എന്തായി മാറും? സെൽഫിഷ് ആയിത്തീരും. ആൻഡ് ആൾ ആക്ടിവിറ്റീസ് ഫോർ ഹിസ് ഓൺ അച്ചീവ്മെൻറ്റ്സ്, എല്ലാ പ്രവർത്തനവും സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമായി തീരുകയും ചെയ്യും. ദിസ് വിൽ അഡ്വേഴ്സ്ലി അഫക്ട് ദ സോഷ്യൽ ലൈഫ്, ഇത് സമൂഹത്തിൻ്റെ പുരോഗതിക്ക് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. ഇൻ സച്ച് സൊസൈറ്റി ദർ വിൽ ബി നോ പീസ് ഓർ സെക്യൂരിറ്റി, അത്തരത്തിൽ സമൂഹത്തിൽ ഒന്നും ഉണ്ടായിരിക്കത്തില്ല, ഒരു സമാധാനവും സുരക്ഷിതത്വവും ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ എല്ലാവരും കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നതിന് കാരണമായി തീരും. അവരെല്ലാം അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കുകയും മറ്റുള്ളവരെ പരിഗണിക്കാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് സിവിക് കോൺഷ്യസ്നസ് ഇല്ല എങ്കിൽ ഉള്ള ബുദ്ധിമുട്ടുകൾ. അപ്പോൾ എങ്ങനെയാണ്? ഇൻ ദ അബ്സെൻസ് ഓഫ് സിവിക് കോൺഷ്യസ് ഹ്യൂമൻ ബീങ് എന്തായി മാറും? വിൽ ബിക്കം സെൽഫിഷ് ആൻഡ് ആൾ ആക്ടിവിറ്റീസ് ഫോർ ഹിസ് ഓൺ അച്ചീവ്മെൻറ്റ്സ്, എല്ലാ പ്രവർത്തനങ്ങളും സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമായി തീരുകയും ചെയ്യും. ഇത് അതിന് കാരണമായി തീരും. അഡ്വേഴ്സിൽ എഫക്ട് ദ സോഷ്യൽ ലൈഫ്, ഇത് സോഷ്യൽ ലൈഫിനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. ഇൻ സച്ച് സൊസൈറ്റി, അത്തരത്തിൽ സമൂഹത്തിൽ ഒന്നും ഉണ്ടായിരിക്കത്തില്ല. ദർ വിൽ ബി നോ പീസ് ഓർ സെക്യൂരിറ്റി, അവിടെ നിന്നുണ്ടായി സമാധാനം സുരക്ഷിതത്വം ഉണ്ടായിരിക്കത്തില്ല. ഇനി ഇതുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സിവിക് കോൺഷ്യസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഹെൽപ്പ് ദ സൊസൈറ്റി, മീൻസ് സിവിക് കോൺഷ്യസ് ഹെൽപ്പ് ദ സൊസൈറ്റി ടു റീകൺസ്ട്രക്ട് ഫ്രം ദ ക്രൈസിസ് ആൻഡ് റിക്കവർ ഫ്രം ഇൻസെക്യൂരിറ്റി, അതായത് അരക്ഷിതാവസ്ഥയിൽ നമ്മളെ തരണം ചെയ്യിക്കാനും നമ്മളെ രക്ഷപ്പെടുത്തുന്നതിനുമൊക്കെ സിവിക് കോൺഷ്യസ് നമ്മുടെ സമൂഹത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നമ്മളെ തരണം ചെയ്യിക്കാൻ നമ്മളെ ആര് സഹായിക്കും? സിവിക് കോൺഷ്യസ് ഉണ്ടെങ്കിൽ നമ്മളെ സഹായിക്കും. അതിന് എക്സാമ്പിൾ യുനാനിമസ് വോളണ്ടിയർഷിപ്പ് ഡ്യൂറിങ് ദ ടൈം ഓഫ് ഫ്ലഡ് ഇൻ 2018, 2018 വെള്ളപ്പൊക്ക സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സഹായിച്ചത് മനസ്സിലാക്കിയതാണ്. അതാണ് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യം ഇവിടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് സിവിക് കോൺഷ്യസ് മനസ്സിലാക്കേണ്ടത് എത്രയേ ഉള്ളൂ. ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഹ്യൂമൻ ബീങ്സ് എന്തായി മാറും? വിൽ ബിക്കം സെൽഫിഷ് ആയി തീരും. ആൾ ആക്ടിവിറ്റീസ് ഫോർ ഹിസ് ഓൺ അച്ചീവ്മെൻറ്റ്, സ്വന്തം എല്ലാ പ്രവർത്തനവും സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമായി തീരുകയും അത്തരത്തിൽ സമൂഹത്തിൽ ഒന്നും ഉണ്ടായിരിക്കില്ല, സമാധാനം സുരക്ഷിതത്വം ഉണ്ടാവത്തില്ല നമ്മൾ മനസ്സിലാക്കി. പിന്നെ നമ്മൾ മനസ്സിലാക്കിയത് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു. സൊസൈറ്റി റീകൺസ്ട്രക്ട് ഫ്രം ക്രൈസിസ് ആൻഡ് റിക്കവർ ഫ്രം എന്തിൽ നിന്നാണ്? ഇൻസെക്യൂരിറ്റി. ആൻ എക്സാമ്പിൾ യുനാനിമസ് വോളണ്ടിയർഷിപ്പ് ഫ്ലഡ് ഇൻ 2018. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രശ്നങ്ങളൊക്കെ മറികടക്കാൻ കളക്റ്റീവ് ആക്ഷൻ ഓഫ് ദ പീപ്പിൾ ആൻഡ് ദർ കോപ്പറേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ സം പ്രോബ്ലംസ്. വിച്ച് ആർ ദ പ്രോബ്ലംസ്? ഏതൊക്കെയാണെങ്കിൽ എക്സാമ്പിൾ സം പ്രോബ്ലംസ്. അങ്ങനെ ചില പ്രശ്നങ്ങൾ മറികടക്കാൻ കൂട്ടായ പരിശ്രമങ്ങൾ ആവശ്യമുണ്ട്. ഏതൊക്കെയാണ് ആ പ്രശ്നങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെയാണെന്നുള്ളത്. വാട്ടർ സ്കേഴ്സിറ്റി, അതെങ്ങനെ മറികടക്കാൻ സാധിക്കും? എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് വാട്ടർ അല്ലെങ്കിൽ റെയിൻ വാട്ടർ സ്റ്റോറേജ്, കാര്യക്ഷമമായിട്ട് വെള്ളം ഉപയോഗപ്പെടുത്തുന്ന വഴി അല്ലെങ്കിൽ ജലം സംഭരിക്കുന്ന വഴിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വാട്ടർ സ്കേഴ്സിറ്റി അല്ലെങ്കിൽ ജല ശോഷണം നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. അടുത്ത എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ, പരിസ്ഥിതി മലിനീകരണം എങ്ങനെ തടയാൻ സാധിക്കും? ഗാർബേജ് ട്രീറ്റ്മെൻറ്റ് അറ്റ് സോഴ്സ്, അത് എവിടെയാണോ ഗാർബേജ് ഉണ്ടാകുന്നത് അവിടെ തന്നെ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പ്ലാന്റിംഗ് ഓഫ് ട്രീസ്, സസ്യങ്ങൾ വെച്ച് പിടിപ്പിക്കുക. അടുത്ത ഫ്ലഡ് എങ്ങനെ മറികടക്കാൻ സാധിക്കും? ഷിഫ്റ്റിംഗ് ദ റെസിഡൻസ് ഇൻ സേഫ് സോൺ, സുരക്ഷിതമായ താവളങ്ങളിലേക്ക് മാറ്റിക്കൊണ്ട് നമുക്ക് ഫ്ലഡിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അവോയ്ഡ് ഫില്ലിംഗ് വെറ്റ്ലാൻഡ്സ്, അതായത് ചതുപ്പ് നിലങ്ങൾ നികത്താതിരിക്കൽ. കറപ്ഷൻ അഥവാ അഴിമതി, അവയർനെസ് അഗെയിൻസ്റ്റ് കറപ്ഷൻ, അഴിമതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തിക്കൊണ്ട് നമുക്കിതിനെ തടയാൻ സാധിക്കും. കംപ്ലൈനിങ്, പരാതിപ്പെടൽ, ഇതൊക്കെ ഉപയോഗപ്പെടുത്തി നമുക്ക് ഇതൊക്കെ മറികടക്കാൻ സാധിക്കും. അപ്പോൾ 1-2 പഠിച്ചു വയ്ക്കുക. വാട്ടർ സ്കേഴ്സിറ്റി, എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ വാട്ടർ ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി. എൻവയോൺ പൊല്യൂഷൻ, ഗാർബേജ് ട്രീറ്റ്മെൻറ്റ് അറ്റ് സോഴ്സ്, ഫ്ലഡ് എങ്ങനെ മറികടക്കുക, ഷിഫ്റ്റിംഗ് ദ റെസിഡൻസ് ഓഫ് ഇൻ സേഫ് സോൺ, കറപ്ഷൻ എങ്ങനെ മറികടക്കാൻ സാധിക്കും, അവയർനെസ് അഗെയിൻസ്റ്റ് കറപ്ഷൻ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് സിവിക് കോൺഷ്യസ്നസ്. സിവിക് കോൺഷ്യസ്നസ്സിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതെല്ലാം? ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഫാമിലി, അസോസിയേഷൻസ്, എഡ്യൂക്കേഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, സോഷ്യൽ സിസ്റ്റം എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റീസ്, ഐഡിയൽ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ഐഡിയൽ പേഴ്സണാലിറ്റീസ് എന്തൊക്കെയാണ്? ഡൈവർജന്റ് തിങ്കിങ്, സെൽഫ്ലെസ് ആക്ടിവിറ്റീസ്, അവയർനെസ് അബൌട്ട് ദ പ്രോബ്ലംസ് ഓഫ് ഫെലോ ബീങ്സ് ആൻഡ് വില്ലിംഗ്നെസ് സെർവ്, ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഇവരുടെ ശീലങ്ങൾ. പിന്നെ സിവിക് കോൺഷ്യസ് എന്താണെന്ന് പറയും? സിവിക് കോൺഷ്യസ് റെക്കഗ്നൈസ് ദാറ്റ് ഇറ്റ് സിറ്റിസൺ ഈസ് ഫോർ ദ സൊസൈറ്റി ആൻഡ് ജെനുവിൻ ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി ആർ ദ ഇൻട്രസ്റ്റ് ഓഫ് സിറ്റിസൺ. അതായത് സമൂഹത്തിൻ്റെ ഉത്തമ താല്പര്യങ്ങളാണ് പൗരൻ്റേതെന്നുള്ള തിരിച്ചറിവാണ് സിവിക് കോൺഷ്യസിൻ്റെ അടിസ്ഥാനം. പിന്നെ ലാക്ക് ഓഫ് സിവിക് കോൺഷ്യസ് ഹ്യൂമൻ ബീങ്സ് എന്തായിത്തീരും? സെൽഫിഷ് ആയിത്തീരും. ആൻഡ് ആൾ ആക്ടിവിറ്റീസ് ഫോർ ഹിസ് ഓൺ അച്ചീവ്മെൻറ്റ്സ്, എല്ലാം സ്വന്തം നേട്ടത്തിനും വേണ്ടി മാത്രമായി തീരുകയും ഇൻ സച്ച് സൊസൈറ്റി ദർ വിൽ ബി നോ പീസ് ഓർ സെക്യൂരിറ്റി, അതിന് സമൂഹത്തിൽ സമാധാനം സുരക്ഷിതത്വം ഉണ്ടായിരിക്കത്തില്ല.
ഇനി അതുണ്ടെങ്കിൽ എന്തോ സംഭവിക്കുന്നത് പറഞ്ഞു. ഇറ്റ് ഹെൽപ്പ് ദ സൊസൈറ്റി റീകൺസ്ട്രക്ട് എന്തിൽ നിന്നാണ് ക്രൈസിസ് ആൻഡ് റിക്കവർ ഫ്രം എന്തിൽ നിന്നാണ് ഇൻസെക്യൂരിറ്റി. ഇനി അതിനുശേഷം കളക്റ്റീവ് ആക്ഷൻ ഓഫ് ദ പീപ്പിൾ ആൻഡ് ദിയർ കോപ്പറേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ സം പ്രോബ്ലംസ്. ചില പ്രശ്നങ്ങൾ മറികടക്കാൻ കൂട്ടായ പരിശ്രമങ്ങൾ ആവശ്യമുണ്ട്. ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയുണ്ടായി. ഏതൊക്കെയാണ്? വാട്ടർ സ്കേഴ്സിറ്റി, എൻവയോൺമെന്റ് പൊല്യൂഷൻ, ഫ്ലഡ്, കറപ്ഷൻ. ഇനി ഫാക്ടേഴ്സ് ഡിറ്റർമിൻ സിവിക് കോൺഷ്യസ്. ഏതൊക്കെയാണ്? ഫാമിലി, അസോസിയേഷൻ, എഡ്യൂക്കേഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, സോഷ്യലിസ്റ്റ് എന്നിവയാണ്. അതിൽ നമ്മൾ ഒന്നാമത്തെ മനസ്സിലാക്കേണ്ടത് ഫാമിലിയുടെ പങ്കിനെ കുറിച്ചാണ് സിവിക് കോൺഷ്യസ് വളർത്തിയെടുക്കുന്നതിൽ. Family has an important role in fostering and maintaining sense of responsibility among its members. അതായത് കുടുംബം പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഫോസ്റ്ററിങ് ആൻഡ് മെയിൻറ്റെയിനിങ്. ഫോസ്റ്ററിങ് മീൻസ് പരിപോഷിപ്പിച്ചെടുക്കുക, മെയിൻറ്റെയിൻ മീൻസ് നിലനിർത്തുക. സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി among its members. അംഗങ്ങൾക്കിടയിൽ, കുടുംബത്തിലെ അംഗങ്ങൾക്കിടയിൽ ഉത്തരവാദിത്ത ബോധം വളർത്തിയെടുക്കുന്നതിൽ നിർണായകമായി പങ്കുവഹിക്കുന്നുണ്ട് ഫാമിലി. അപ്പോൾ അച്ഛനമ്മമാർ നമ്മളോട് ഉപദേശിക്കാറുണ്ട്, നിങ്ങളൊക്കെ പഠിച്ച് വളർന്ന് വലുതായാൽ മാത്രമേ നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ആ ഉത്തരവാദിത്ത ബോധം വളർത്തിയെടുക്കാൻ നമ്മളെ സഹായിക്കും എന്ത്? ഫാമിലി. അങ്ങനെ ഉത്തരവാദിത്ത ബോധമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? സിവിക് കോൺഷ്യസ് ഉണ്ടാവും, പൗരബോധം ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാ? ഫാമിലി ഹാസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഫോസ്റ്ററിങ് ആൻഡ് മെയിൻറ്റെയിനിങ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി among its members. ഇൻസ്പിറേഷൻ ആൻഡ് എൻകറേജ്മെൻറ്റ്, രണ്ട് കാര്യങ്ങൾ, പ്രചോദനവും അതേപോലെ തന്നെ പ്രോത്സാഹനവും. ഇൻസ്പിറേഷൻ ആൻഡ് എൻകറേജ്മെൻറ്റ് ഫ്രം ദ ഫാമിലി. കുടുംബത്തിൽ നിന്നുള്ള ഇൻസ്പിറേഷൻ ആൻഡ് എൻകറേജ് ഫ്രം ഫാമിലി വിൽ ഡെവലപ്പ് സിവിക് കോൺഷ്യസ്നസ്. എന്ത് വളർന്നു വരും? കുടുംബത്തിൽ നിന്ന് നിങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ കുടുംബം നൽകുന്ന പ്രോത്സാഹനവും അതുപോലെ തന്നെ പ്രചോദനവും ഒക്കെ സിവിക് കോൺഷ്യസ് വളർത്തിയെടുക്കും. ഇൻസ്പിറേഷൻ ആൻഡ് എൻകറേജ്മെൻറ്റ് ഫ്രം ദ ഫാമിലി വിൽ ഡെവലപ്പ് സിവിക് കോൺഷ്യസ്നസ്. ദ കോൺസെപ്റ്റ് ദാറ്റ് ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് ഫോർ ദ ഫാമിലി. എന്ത് ആശയമാണ്? ദ കോൺസെപ്റ്റ് ദാറ്റ് ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് ഫോർ ദ ഫാമിലി. ഓരോ വ്യക്തിയും ആർക്ക് വേണ്ടിയുള്ളതാണ്? ഫാമിലിക്ക് വേണ്ടിയുള്ളതാണെന്ന്. നമ്മൾ ഓരോരുത്തരും കുടുംബത്തിന് വേണ്ടിയുള്ളതാണെന്നും. ആൻഡ് ഫാമിലി ഈസ് ഫോർ ദ സൊസൈറ്റി. ഫാമിലി എന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടിയുള്ളതാണ് എന്നുള്ള ആ കാഴ്ചപ്പാട്. ദ കോൺസെപ്റ്റ് ദാറ്റ് ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് ഫോർ ദ ഫാമിലി ആൻഡ് ഫാമിലി ഈസ് ഫോർ ദ സൊസൈറ്റി ഷുഡ് ബി ഡെവലപ്ഡ്. ഉറപ്പായിട്ടും വളർത്തിയെടുക്കണം ഇൻ ദ ഫാമിലി അറ്റ്മോസ്ഫിയർ. കുടുംബാന്തരീക്ഷത്തിൽ വളർത്തിയെടുക്കണം. അപ്പോഴാണ് എന്ത് വളർന്നു വരിക? സിവിക് കോൺഷ്യസ്. നമ്മളെല്ലാവരും കുടുംബത്തിന് വേണ്ടിയുള്ളതാണെന്നും കുടുംബം ആർക്ക് വേണ്ടിയുള്ളതാണ്? സമൂഹത്തിന് വേണ്ടിയുള്ളതാണെന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ ഉറപ്പായിട്ടും വളർത്തിയെടുക്കണം. എന്നാൽ മാത്രമേ നമ്മളുടെ ഉള്ളിൽ എന്ത് വളർന്നു വരുള്ളൂ? സിവിക് കോൺഷ്യസ്നസ്. അപ്പോൾ ഇവിടെ പറഞ്ഞ എത്രയേ ഉള്ളൂ? ഫാമിലി ഹാസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഫോസ്റ്ററിങ് ആൻഡ് മെയിൻറ്റെയിനിങ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി among its members. അംഗങ്ങൾക്കിടയിൽ ഉത്തരവാദിത്ത ബോധം വളർത്തിയെടുക്കുന്നതിൽ കുടുംബം നിർണായകമായി പങ്കുവഹിക്കുന്നുണ്ട്. ഇൻസ്പിറേഷൻ ആൻഡ് എൻകറേജ്മെന്റ് ഫ്രം ദ ഫാമിലി വിൽ ഡെവലപ്പ് സിവിക് കോൺഷ്യസ്. പ്രചോദനവും പ്രോത്സാഹനവും സിവിക് കോൺഷ്യസ് വളർത്തിയെടുക്കും. പിന്നെ കോൺസെപ്റ്റ് ആയിട്ട് ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് ഫോർ ദ ഫാമിലി. ഓരോ പൗരനും ആർക്ക് വേണ്ടി? കുടുംബത്തിന് വേണ്ടിയുള്ളതാണെന്നും. ആൻഡ് ഫാമിലി ഈസ് ഫോർ ദ സൊസൈറ്റി. ഫാമിലി എന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടിയുള്ളതാണെന്നുള്ള ആ കാഴ്ചപ്പാട് നമ്മൾ കുടുംബാന്തരീക്ഷത്തിൽ വളർത്തിയെടുക്കണം. എന്നാൽ മാത്രമേ എന്ത് വളർന്നു വരൂ? സിവിക് കോൺഷ്യസ് വളർന്നു വരും. ഇനി അതിനുശേഷം എഡ്യൂക്കേഷൻ്റെ പങ്കതിനെക്കുറിച്ചാണ്. സിവിക് കോൺഷ്യസ് വളർത്തിയെടുക്കുന്നതിൽ വിദ്യാഭ്യാസത്തിൻ്റെ പങ്ക്. എഡ്യൂക്കേഷൻ വിൽ ഹെൽപ്പ് ഡെവലപ്പ് വാല്യൂ കോൺഷ്യസ്നസ്. എന്ത് വളർത്തിയെടുക്കുന്നതിന് സഹായകമായി തീരും? വാല്യൂ കോൺഷ്യസ്, മൂല്യബോധം. മുതിർന്നവരെ ബഹുമാനിക്കുക, അച്ഛനമ്മമാരെ ബഹുമാനിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിദ്യാഭ്യാസം നമ്മൾ നേടിയെടുക്കും. എഡ്യൂക്കേഷൻ വിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുള്ള ആൾക്കാരാണ്? സിവിക് കോൺഷ്യസ്. അപ്പോൾ എഡ്യൂക്കേഷൻ വിൽ ഹെൽപ്പ് ടു ഡെവലപ്പ് വാല്യൂ കോൺഷ്യസ്നസ്. ടോളറൻസ്, സഹിഷ്ണുത. അപ്പോൾ സഹിഷ്ണുത എന്ന് പറയുമ്പോൾ ഞാനൊരു മതത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന എപ്രകാരമാണ് എൻ്റെ മതത്തെ അതേപോലെ തന്നെ മറ്റു മതങ്ങളെയും ഒരേപോലെ കാണാനുള്ള കഴിവ്, എല്ലാവരെയും ഒരേപോലുള്ള കാണാനുള്ള കഴിവ്. അപ്പോൾ അത് വളർത്തിയെടുക്കും. അപ്പോൾ എഡ്യൂക്കേഷൻ വിൽ ഹെൽപ്പ് ഡെവലപ്പ് വാല്യൂ കോൺഷ്യസ്നസ്, ടോളറൻസ്, ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, നേതൃത്വ ഗുണം, സയൻറ്റിഫിക് ടെമ്പർ, ശാസ്ത്രാവബോധം എക്സെട്ര. ഇവയൊക്കെ നമ്മളെ വിദ്യാഭ്യാസത്തിലൂടെയാണ് വളർന്നു വരുന്നത്. എഡ്യൂക്കേഷൻ വിൽ ഹെൽപ്പ് ഡെവലപ്പ് എന്തൊക്കെയാണ്? നിങ്ങൾക്ക് വാല്യൂ കോൺഷ്യസ് ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ പരിഗണിക്കുന്ന രീതിയിലുള്ള നിങ്ങളുടെ മനസ്ഥിതി ഉണ്ടെങ്കിൽ, ടോളറൻസ് ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്? സിവിക് കോൺഷ്യസ് ഉണ്ട്. അപ്പോൾ എഡ്യൂക്കേഷൻ വിൽ ഹെൽപ്പ് ഡെവലപ്പ് വാല്യൂ കോൺഷ്യസ്നസ്, ടോളറൻസ്, ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, സയൻറ്റിഫിക് ടെമ്പർ എക്സെട്ര. ത്രൂ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിലൂടെ, സയൻസ് ആൻഡ് ടെക്നോളജി, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ത്രൂ എഡ്യൂക്കേഷൻ സയൻസ് ആൻഡ് ടെക്നോളജി ക്യാൻ ബി എഫക്റ്റീവ്ലി യൂട്ടിലൈസ്ഡ് ഇൻ എ യൂസ്ഫുൾ മാൻ ദ സൊസൈറ്റി. പക്ഷേ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യ സമൂഹത്തിന് ഗുണപ്രദമാവുന്ന രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. വിദ്യാഭ്യാസം ഉള്ള ഒരാൾ ഫോണോ മറ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് വളരെ എങ്ങനെയായിരിക്കും ഉപയോഗപ്പെടുത്തുന്നത്? വളരെ സമൂഹത്തിന് ഗുണകരമായ രീതിയിലായിരിക്കും. വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾ ആ ഫോണും മറ്റ് കാര്യങ്ങളും അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ വളരെ മോശകരമായി പ്രയോജനപ്പെടുത്തും. ഇപ്പോൾ ത്രൂ എഡ്യൂക്കേഷൻ സയൻസ് ആൻഡ് ടെക്നോളജി ക്യാൻ ബി എഫക്റ്റീവ്ലി യൂട്ടിലൈസ്ഡ് ഇൻ എ യൂസ്ഫുൾ മാനർ ഓഫ് സൊസൈറ്റി. അടുത്താണ് നമ്മുടെ ആൻസർ. ത്രൂ വാല്യൂ ഓറിയൻറ്റഡ് എഡ്യൂക്കേഷണൽ അപ്രോച്ച്,
മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിലൂടെ ത്രൂ വാല്യൂ ഓറിയന്റഡ് എഡ്യൂക്കേഷൻ അപ്രോച്ച് വി ക്യാൻ ഇൻസ്റ്റിൽ സിവിക് കോൺഷ്യസ് അമംഗ് ദ പീപ്പിൾ. വി ക്യാൻ ഡെവലപ്പ് സിവിക് കോൺഷ്യസ് അമംഗ് ദ പീപ്പിൾ. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് കുട്ടികൾക്കിടയിലും മറ്റുള്ള ആൾക്കാർക്കിടയിലും ഒക്കെ എന്ത് വളർത്തിയെടുക്കാൻ സാധിക്കും? സിവിക് കോൺഷ്യസ്നസ് അഥവാ പൗരബോധം. മൂല്യാധിഷ്ഠിത കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാപ്റ്റർ നിങ്ങൾക്കിടയിൽ പഠിപ്പിക്കുന്നത്. ത്രൂ വാല്യൂ ഓറിയന്റഡ് എഡ്യൂക്കേഷൻ അപ്രോച്ച് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസമാണ് ഈ ചാപ്റ്റർ. എന്താ സിവിക് കോൺഷ്യസ് എന്ന് പറയുന്നത് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. ത്രൂ വാല്യൂ ഓറിയന്റഡ് എഡ്യൂക്കേഷൻ അപ്രോച്ച് വി ക്യാൻ ഇൻസ്റ്റിൽ സിവിക് കോൺഷ്യസ് അമംഗ് ദ പീപ്പിൾ. നമ്മൾ പഠിച്ചിട്ടുണ്ട് രാധാകൃഷ്ണൻ കമ്മീഷൻ. കുറച്ച് കമ്മീഷൻ ഓർമ്മയുണ്ടോ? ഒന്നാമത്തെ കമ്മീഷൻ രാധാകൃഷ്ണൻ കമ്മീഷൻ, രണ്ടാമത്തെ കമ്മീഷൻ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ, മൂന്നാമത്തെ കോത്താരി കമ്മീഷൻ. കോത്താരി കമ്മീഷൻ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് ഫോക്കസ് ഓൺ വാല്യൂ എഡ്യൂക്കേഷൻ, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം. അപ്പോൾ രാധാകൃഷ്ണൻ കമ്മീഷൻ 48, 48, ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ 52, അതുപോലെ തന്നെ കോത്താരി കമ്മീഷൻ അതെന്താണ്? അത് 64. അപ്പോൾ ആ കോത്താരി കമ്മീഷൻ മുന്നോട്ട് വെച്ചൊരു ആശയമാണ് എന്നറിയപ്പെടുന്നത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഫോക്കസ് ഓൺ വാല്യൂ എഡ്യൂക്കേഷൻ. അത് 10+2+3 പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ ഒക്കെ ഉണ്ടല്ലോ, അതും അവർ മുന്നോട്ട് വെച്ചതാണ് ഈ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം. ആ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം നിങ്ങളിലേക്ക് എത്തുന്നതോടുകൂടി നിങ്ങൾക്കുള്ളിൽ എന്ത് വളർന്നു വരും? സിവിക് കോൺഷ്യസ്നസ്, പൗരബോധം. ഇവിടെ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. എഡ്യൂക്കേഷൻ വിൽ ഹെൽപ്പ് ടു ഡെവലപ്പ് വാല്യൂ കോൺഷ്യസ്നസ്, ടോളറൻസ്, ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, സയന്റിഫിക് ടെമ്പർ എക്സെട്ര. ത്രൂ എഡ്യൂക്കേഷൻ സയൻസ് ആൻഡ് ടെക്നോളജി ക്യാൻ ബി എഫക്റ്റീവ് യൂട്ടിലൈസ് ഇൻ എ യൂസ്ഫുൾ മാൻ ദ സൊസൈറ്റി. അപ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ സമൂഹത്തിന് ഗുണപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വിദ്യാഭ്യാസത്തോടെ നമ്മൾ സാധിക്കും. ഇനിയാണ് നമ്മുടെ ആൻസർ. ത്രൂ വാല്യൂ ഓറിയന്റഡ് എഡ്യൂക്കേഷൻ അപ്രോച്ച് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വി ക്യാൻ ഇൻസ്റ്റിൽ സിവിക് കോൺഷ്യസ് അമംഗ് ദ പീപ്പിൾ. ജനങ്ങൾക്കിടയിൽ എന്ത് വളർത്തിയെടുക്കാൻ സാധിക്കും? പൗരബോധം വളർത്തിയെടുക്കാൻ സാധിക്കും. അടുത്ത അസോസിയേഷൻ എക്വിപ്പ് ദ ഇൻഡിവിജ്വൽ ടു വർക്ക് വോളണ്ടറിലി വിത്ത് സർവീസ് മൈൻഡ്. അസോസിയേഷൻ അഥവാ സംഘടന എന്ത് ചെയ്യും? വ്യക്തികളെ പ്രാപ്തനാക്കും. എന്തിനാണ്? ടു വർക്ക് വോളണ്ടറിലി വിത്ത് സർവീസ് മൈൻഡ്. സേവന സന്നദ്ധതയോടുകൂടി വ്യക്തികളെ പ്രവർത്തിക്കാൻ പ്രാപ്തനാക്കും അസോസിയേഷൻ അഥവാ സംഘടന. നമ്മുടെ ചുറ്റുപാട് ഇഷ്ടംപോലെ ക്ലബ്ബുകളൊക്കെ ഉണ്ട്. ആ ക്ലബ്ബിൽ രക്തദാനം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്ന പോലെ ഓട വൃത്തിയാക്കൽ, അങ്ങനെ മാലിന്യക്കൂമ്പാരങ്ങൾ വൃത്തിയാക്കൽ, അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമ്മളെ സേവന സന്നദ്ധ പ്രവർത്തനം നമ്മളെ പ്രാപ്തനാക്കും. ആര്? അസോസിയേഷൻ എക്വിപ്പ് ദ ഇൻഡിവിജ്വൽ ടു വർക്ക് വോളണ്ടറിലി വിത്ത് സർവീസ് മൈൻഡ്. ആ അസോസിയേഷൻ എക്സാമ്പിൾ ഇത്രയൊക്കെ ഉള്ളൂ. പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്, പ്രൊട്ടക്ഷൻ എൻവയോൺമെൻറ്റ്, ചാരിറ്റി തുടങ്ങിയ മേഖലയിൽ പ്രവർത്തിക്കുന്ന കുറച്ച് സംഘടനകൾ. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അസോസിയേഷൻ എക്വിപ്പ് ദ ഇൻഡിവിജ്വൽ ടു വർക്ക് വോളണ്ടറിലി വിത്ത് സർവീസ് മൈൻഡ്. ഏതൊക്കെ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്? പ്രൊട്ടക്ഷൻ എൻവയോൺമെൻറ്റ്, പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്, ചാരിറ്റി എക്സെട്ര. ഇനി അതിനുശേഷം അടുത്ത ഭാഗത്തിൽ നമ്മൾ മറ്റൊരു സിവിക് കോൺഷ്യസ് വളർത്തിയെടുക്കുന്ന മറ്റൊരു ഇതാണ് മീഡിയ. മീഡിയ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഫോർമുലേഷൻ ഓഫ് സിവിക് കോൺഷ്യസ്നസ്. മീഡിയ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് സിവിക് കോൺഷ്യസ്നസ് അഥവാ പൗരബോധം വളർത്തിയെടുക്കുന്നതിൽ. മീഡിയ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഫോർമുലേഷൻ ഓഫ് സിവിക് കോൺഷ്യസ്നസ്. പ്രിന്റ് ആൻഡ് ഇലക്ട്രോണിക് മീഡിയ, രണ്ട് കാര്യങ്ങൾ. പ്രിന്റ് അച്ചടി മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും. പ്രിന്റ് ആൻഡ് ഇലക്ട്രോണിക് മീഡിയ ഇൻഫ്ലുവൻസ് ദ സൊസൈറ്റി ട്രമൻഡസ്ലി. വളരെ ആഴത്തിൽ അച്ചടി മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ജനങ്ങൾക്കിടയിൽ വളരെ ആഴത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോണിക് മീഡിയയിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ പലതരത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വ്ളോഗർമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെല്ലാം അത്തരത്തിലായി തീരാൻ വേണ്ടിയിട്ട് അത് വളരെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത് പ്രിന്റ് ആൻഡ് ഇലക്ട്രോണിക് മീഡിയ ഇൻഫ്ലുവൻസ് സൊസൈറ്റി ട്രമൻഡസ്ലി. അപ്പോൾ മീഡിയ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഫോർമുലേഷൻ സിവിക് കോൺഷ്യസ്നസ്. പ്രിന്റ് ആൻഡ് ഇലക്ട്രോണിക് മീഡിയ ഇൻഫ്ലുവൻസ് സൊസൈറ്റി ട്രമൻഡസ്ലി. മീഡിയ ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇമ്പാർഷ്യൽ. മീഡിയ എങ്ങനെ പ്രവർത്തിക്കണം? അത് നിഷ്പക്ഷമായി പ്രവർത്തിക്കണം, ഇമ്പാർഷ്യലായിട്ട് പ്രവർത്തിക്കണം, സ്വതന്ത്രമായി പ്രവർത്തിക്കണം. ദ ഇൻഫർമേഷൻ ഫ്രം ദ മീഡിയ ഷുഡ് ബി ഇവാലുവേറ്റ് ക്രിട്ടിക്കലി. അതായത് എവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണ്? മീഡിയയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ നമ്മൾ വിമർശനാത്മകമായി വിലയിരുത്തണം. ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു മെസ്സേജ് വരികയാണ്, നാളെ അവധിയാണ് എന്നുള്ള മെസ്സേജ് വന്നാൽ അത് എന്നാണ് അവധി എന്നുള്ള ഡേറ്റ് നമ്മൾ നോക്കണം. അല്ലെങ്കിൽ അത് കൃത്യമായി ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്തണം, അല്ലാതെ അതെടുത്ത് സ്റ്റാറ്റസ് ആക്കുന്നതിന് മുന്നേ. അപ്പോൾ ഓരോ വിവരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? മീഡിയയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ നമ്മൾ നല്ല ഇവാലുവേറ്റഡ്, എങ്ങനെ ക്രിട്ടിക്കലായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ മീഡിയ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് ഇത്തരത്തിൽ എങ്ങനെ സിവിക് കോൺഷ്യസ് വളർത്തിയെടുക്കാൻ. അപ്പോൾ മീഡിയ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഫോർമുലേഷൻ ഓഫ് സിവിക് കോൺഷ്യസ്. അപ്പോൾ പൗരബോധം വളർത്തിയതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് മീഡിയ. പ്രിന്റ് ആൻഡ് ഇലക്ട്രോണിക് മീഡിയ ഇൻഫ്ലുവൻസ് സൊസൈറ്റി ട്രമൻഡസ്ലി. അച്ചടി മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. മീഡിയ ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് ഇമ്പാർഷ്യൽ. മീഡിയ എങ്ങനെ പ്രവർത്തിക്കണം? ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കണം, ഇമ്പാർഷ്യലായിട്ട് പ്രവർത്തിക്കണം. ദ ഇൻഫർമേഷൻ ഫ്രം ദ മീഡിയ ഷുഡ് ബി ഇവാലുവേറ്റ് ക്രിട്ടിക്കലി. എങ്ങനെയായിരിക്കണം ഇൻഫർമേഷൻ ഇവാലുവേറ്റ് ചെയ്യണം? എങ്ങനെ വിലയിരുത്തണം? നമ്മൾ ക്രിട്ടിക്കലായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഡെമോക്രാറ്റിക് സിസ്റ്റം അഥവാ ജനാധിപത്യ സംവിധാനം.
ഡെമോക്രസി ഇസ് ദ ബേസ് ഓഫ് ഓൾ അതർ കമ്പോണൻസ് വിച്ച് ഹെൽപ്പ് ഡെവലപ്പ് സിവിക് കോൺഷ്യസ്. പൗരബോധം വളർത്തിയെടുക്കുന്നതിൽ, അതായത് നേരത്തെ പറഞ്ഞ ഫാമിലി, അതുപോലെ മീഡിയ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിലനിൽക്കണമെങ്കിൽ ഇവിടെ എന്തുണ്ടായിരിക്കണം? ഡെമോക്രസി ഉണ്ടായിരിക്കണം, ജനാധിപത്യ സംവിധാനം ഉണ്ടായിരിക്കണം. ഡെമോക്രസി ഇസ് ദ ബേസ് ഓഫ് ഓൾ അതർ കമ്പോണൻസ് വിച്ച് ഹെൽപ്പ് ഡെവലപ്പ് സിവിക് കോൺഷ്യസ്. പൗരബോധം വളർത്തിയെടുക്കുന്നതിൽ മറ്റെല്ലാ ഘടകങ്ങളും പ്രവർത്തിക്കണമെങ്കിൽ ഇവിടെ എന്തുണ്ടായിരിക്കണം? ഡെമോക്രസി, ജനാധിപത്യ സംവിധാനം ഉണ്ടായിരിക്കണം. ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ് മോർ ദാൻ ഫോം ഓഫ് ഗവൺമെൻറ്. ഇതെന്താണ്? ഒരു വേ ഓഫ് ലൈഫ് ആണ്, ഇതൊരു ജീവിതചര്യയാണ് എന്നതിനേക്കാൾ ഉപരി ഗവൺമെൻറ് എന്ന സംവിധാനത്തേക്കുള്ള ഉപരി. അപ്പോൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്, ഗവൺമെൻറ് എന്ന് ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഉണ്ട്, ഓട്ടോക്രാറ്റിക് ഗവൺമെൻറ് ഉണ്ട് അല്ലേ. ഡെമോക്രാറ്റിക് ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തിലാണ്, അതേസമയം ഓട്ടോക്രാറ്റിക് ഗവൺമെൻറ് നോർത്ത് കൊറിയയിലേക്ക് ഓട്ടോക്രാറ്റിക് ഗവൺമെൻറ് സ്വേച്ഛാധിപത്യ ഭരണമാണ്. അവിടെ ഒരൊറ്റ TV ചാനൽ മാത്രമേ ഉള്ളൂ, ജനങ്ങൾക്ക് യാതൊരു അവകാശവും ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ ഒരൊറ്റ TV ചാനൽ, അതുപോലെ തന്നെ അവിടെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ടല്ല ഭരണം നടത്തുന്നത്. ഇവിടെ അതേസമയം അങ്ങനെയല്ല, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളാണ് ഇവിടെ ഭരണം നടത്തുന്നത്. അപ്പോൾ ജനങ്ങളുടെ താല്പര്യമാണ് ഇവിടെ പ്രകടിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മറ്റുള്ളവരെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഗവൺമെൻറ് രീതിയാണ് എന്ത് ഡെമോക്രസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതെന്തുവാ? ഡെമോക്രസിയാണ്. അങ്ങനെ പരിഗണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്? സിവിക് കോൺഷ്യസ്നസ് ഉണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ് മോർ ദാൻ ഫോം ഓഫ് ഗവൺമെൻറ്. അപ്പോൾ എങ്ങനെ? ഡെമോക്രസി ഇസ് എ ബേസ് ഓഫ് ഓൾ അതർ കമ്പോണൻസ് വിച്ച് ഹെൽപ്പ് ഡെവലപ്പ് സിവിക് കോൺഷ്യസ്നസ്. ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ്, ഇതൊരു ജീവിതചര്യയാണ്, മറ്റുള്ളവരെ പരിഗണിച്ചുകൊണ്ടുള്ള ജീവിതചര്യയാണ്. ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ് മോർ ദാൻ ഫോം ഓഫ് ഗവൺമെൻറ്. ഗിവിംഗ് ബാക്ക് കോപ്പറേഷൻ ആൻഡ് സപ്പോർട്ട് റിസീവ്ഡ് ഫ്രം അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന എന്തൊക്കെയാണ്? കോപ്പറേഷൻ മീൻസ് സഹകരണം, സപ്പോർട്ട് പിന്തുണ, രണ്ട് കാര്യങ്ങൾ. ഗിവിംഗ് ബാക്ക് എന്തൊക്കെ തിരികെ നൽകൽ? ഗിവിംഗ് ബാക്ക് ദ കോപ്പറേഷൻ ആൻഡ് സപ്പോർട്ട് ഫ്രം അതേഴ്സ് ഈസ് എ ഗ്രേറ്റ് സൈൻ ഓഫ് ഡെമോക്രാറ്റിക് കോൺഷ്യസ്നസ്. അപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന പരിഗണനയും പിന്തുണയും തിരികെ നൽകുക എന്നുള്ളത് ജനാധിപത്യ ബോധത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനമ്മമാർ സ്നേഹവും പരിഗണനയൊക്കെ നൽകുകയാണെങ്കിൽ, നിങ്ങളത് എന്ത് ചെയ്യണം? തിരികെ നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുള്ള ആൾക്കാരാണ്? ഡെമോക്രാറ്റിക് കോൺഷ്യസ് ഉള്ളവരാണ്. അങ്ങനെ ഡെമോക്രാറ്റിക് കോൺഷ്യസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്? നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് സിവിക് കോൺഷ്യസ്നസ് ഉണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഗിവിംഗ് ബാക്ക് കോപ്പറേഷൻ ആൻഡ് സപ്പോർട്ട് ഫ്രം അതേഴ്സ് ഈസ് എ ഗ്രേറ്റ് സൈൻ ഓഫ് ഡെമോക്രാറ്റിക് കോൺഷ്യസ്നസ്. ഡെമോക്രസി പ്രേരിപ്പിക്കുക. എന്തിനാണ്? ഇൻഡിവിജ്വൽ ടു തിങ്ക് അബൌട്ട് ഫെലോ ബീങ്സ്. ആരെക്കുറിച്ച് ചിന്തിപ്പിക്കാൻ? വ്യക്തികളെ ആരെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കും? ഫെലോ ബീങ്സ്, സഹജീവികളെക്കുറിച്ച്. ആൻഡ് ടു വർക്ക് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദെയർ ഫ്രീഡം, ഇക്വാലിറ്റി ആൻഡ് റൈറ്റ്സ്. അപ്പോൾ കാടിനുള്ളിൽ താമസിക്കുന്ന ആദിവാസികളെക്കുറിച്ച് ചിന്തിക്കാനും അവരുടെ അവകാശങ്ങളും സമത്വം എന്നിവയ്ക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു നായയെ വളർത്തുകയാണെങ്കിൽ അതിനെ നിങ്ങൾ സംരക്ഷിക്കുകയും അതിനാവശ്യമായിട്ടുള്ള ഭക്ഷണം നൽകുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്? ഉറപ്പായിട്ടും സിവിക് കോൺഷ്യസ്നസ് ഉണ്ട്. ഇപ്പോൾ ഡെമോക്രസി പ്രോംപ്റ്റ് ഇൻഡിവിജ്വൽ ടു തിങ്ക് അബൌട്ട് ആരെക്കുറിച്ച്? ഫെലോ ബീങ്, സഹജീവികൾ, നായ ഉൾപ്പെടെയുള്ള നമ്മുടെ ചുറ്റുപാടുള്ള മറ്റ് ജീവജാലങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. ഡെമോക്രസി പ്രോംപ്റ്റ് ഇൻഡിവിജ്വൽ ടു തിങ്ക് അബൌട്ട് ഫെലോ ബീങ്സ്, ടു വർക്ക് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദെയർ ഫ്രീഡം, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കും. ആൻഡ് ഇക്വാലിറ്റി ആൻഡ് റൈറ്റ്സ്, സമത്വം, അവകാശങ്ങൾ എന്നിവ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ഉറപ്പായിട്ടും ശ്രമിക്കും. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്? ഉറപ്പായിട്ടും സിവിക് കോൺഷ്യസ് ഉണ്ട്. അപ്പോൾ ഇവിടത്തെ പറഞ്ഞോളൂ, ഡെമോക്രസി ഈസ് ദ ബേസ് ഓഫ് ഓൾ അതർ കമ്പോണൻസ് വിച്ച് ഹെൽപ്പ് ഡെവലപ്പ് സിവിക് കോൺഷ്യസ്നസ്. മറ്റെല്ലാ ഘടകങ്ങളും പ്രവർത്തിക്കണമെങ്കിൽ ഇവിടെ എന്ത് വേണം? ഡെമോക്രസി വേണം. ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ്. ഇവിടെ ഇറ്റ് ഈസ് എ വേ ഓഫ്, ഇത് ജീവിതചര്യയാണ്. മോർ ദാൻ ഫോം ഓഫ് ഗവൺമെൻറ്. ഇത് ഒരു ഗവൺമെൻറ് എന്ന സംവിധാനത്തേക്കുള്ള ഉപരി ഇതെന്തുവാ? ഇത് ജീവിതചര്യയാണ്. ഗിവിംഗ് ബാക്ക് ദ കോപ്പറേഷൻ ആൻഡ് സപ്പോർട്ട് ഫ്രം അതേഴ്സ് ഇസ് എ ഗ്രേറ്റ് സൈൻ ഓഫ് ഡെമോക്രാറ്റിക് കോൺഷ്യസ്. മറ്റുള്ളവർക്ക് ലഭിക്കുന്ന പരിഗണനയും പിന്തുണയും തിരികെ നൽകുക എന്നുള്ളത് ഡെമോക്രാറ്റിക് കോൺഷ്യസിനുള്ള ഒരു വലിയ സിമ്പലാണ്. ഡെമോക്രസി പ്രോംപ്റ്റ്, അങ്ങനെ ജനാധിപത്യം നിങ്ങളുടെ ബോധം ഉണ്ടെങ്കിൽ, നിങ്ങൾക്കത് ഉണ്ടെങ്കിൽ, ഡെമോക്രസി പ്രോംപ്റ്റ് എന്തിനാണ് പ്രേരിപ്പിക്കുന്നത്? ഡെമോക്രസി പ്രോംപ്റ്റ് ഇൻഡിവിജ്വൽ തിങ്ക് അബൌട്ട് ആരെക്കുറിച്ചാണ്? ഫെലോ ബീങ്സ്, ടു വർക്ക് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദെയർ ഫ്രീഡം, ഇക്വാലിറ്റി ആൻഡ് റൈറ്റ്സ്. ഇനി അതിനുശേഷം അടുത്ത ഭാഗത്തിൽ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഏതൊക്കെ മേഖലയിലാണ് മനസ്സിലാക്കിയത്. APJ അബ്ദുൽ കലാം, മദർ തെരേസ, മൈലമ്മ, ദശരഥ മാഞ്ചി തുടങ്ങിയ ആൾക്കാരൊക്കെ അവരൊക്കെ എവിടെയാണ് പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കിയതാണ്. അവരുടെ മറ്റുള്ള വ്യത്യസ്തമായ സെൽഫ്ലെസ് ആക്ടിവിറ്റീസ്, അവയർനെസ് അബൌട്ട് ദ പ്രോബ്ലംസ് ഓഫ് ഫെലോ ബീങ്സ് ആൻഡ് അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ദാറ്റ് ഇൻകൾക്കേറ്റ് സിവിക് കോൺഷ്യസ് ഇൻ ദ ചിൽഡ്രൻ. കുട്ടികൾക്കിടയിൽ ഈ സിവിക് കോൺഷ്യസ്നസ് അഥവാ പൗരബോധം വളർത്തിയെടുക്കുന്ന പ്രധാനപ്പെട്ട പ്രവൃത്തികൾ ഏതെല്ലാമാണ്? ഏതൊക്കെയാണ്? ഓർഗാനിക് ഫാമിംഗ്, ട്രാഫിക് അവയർനെസ് പ്രോഗ്രാംസ്, ഓർഗാനിക് ഫാമിംഗ്, ജൈവ കൃഷി, ട്രാഫിക് അവയർനെസ് പ്രോഗ്രാംസ്, ട്രാഫിക് ബോധവൽക്കരണ പരിപാടികൾ, ആക്ടിവിറ്റീസ് അഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ്, ഡ്രഗ് അബ്യൂസിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ ഫിലാന്ത്രോപ്പിക് ആക്ടിവിറ്റീസ്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഇതിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ സിവിക് കോൺഷ്യസ് ഉള്ളവരാണ്. ഈ പ്രവൃത്തിയിലൂടെയൊക്കെ നിങ്ങൾക്കിടയിൽ വളർത്തിയെടുക്കാം, കുട്ടികൾക്കിടയിൽ വളർത്തിയെടുക്കാം, ഈ സിവിക് കോൺഷ്യസ് വളർത്തിയെടുക്കാൻ സാധിക്കും. ഇനി അതിനുശേഷം അടുത്ത ഭാഗത്തിൽ സിവിക് കോൺഷ്യസ്നസ് ആൻഡ് മൊറാലിറ്റി. സിവിക് കോൺഷ്യസും മൊറാലിറ്റിയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് മൊറാലിറ്റി എന്നുള്ളത്, അഥവാ ധാർമ്മികത എന്താണെന്ന് മനസ്സിലാക്കണം.
മൊറാലിറ്റി മീൻസ് ദ എബിലിറ്റി ടു റെക്കഗ്നൈസ് വിർച്യൂസ് ഫ്രം വൈസസ്. എബിലിറ്റിയാണ്, ഒരു കഴിവാണ്, എന്തിനുള്ള തിരിച്ചറിയുള്ള കഴിവാണ്. മീൻസ് എബിലിറ്റി ടു റെക്കഗ്നൈസ്, എന്ത് തിരിച്ചറിയുള്ള കഴിവാണ്? വിർച്യൂസ് ഫ്രം വൈസസ്, നന്മ തിന്മകളെ തിരിച്ചറിയുള്ള കഴിവാണ് മൊറാലിറ്റി. മൊറാലിറ്റി മീൻസ് എബിലിറ്റി ടു റെക്കഗ്നൈസ് വിർച്യൂസ് ഫ്രം വൈസസ്, നന്മ തിന്മകളെ തിരിച്ചറിയുള്ള കഴിവാണ് മൊറാലിറ്റി. മൊറാലിറ്റി മീൻസ് എബിലിറ്റി ടു റെക്കഗ്നൈസ് വിർച്യൂസ് ഫ്രം വൈസസ് ആൻഡ് അക്സെപ്റ്റ് വിർച്യൂസ്. എന്നിട്ട് എന്തിനെ സ്വീകരിക്കൽ? നന്മയെ സ്വീകരിക്കൽ. നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് നന്മയെ സ്വീകരിക്കലാണ് മൊറാലിറ്റി. മൊറാലിറ്റി മീൻസ് എബിലിറ്റി ടു റെക്കഗ്നൈസ് വിർച്യൂസ് ഫ്രം വൈസസ് ആൻഡ് അക്സെപ്റ്റ് വിർച്യൂസ് ആൻഡ് പെർഫോം ഡ്യൂട്ടീസ് വിത്ത് അറ്റ്മോസ്റ്റ് റെസ്പോൺസിബിലിറ്റി. എന്നിട്ട് നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് നന്മയെ സ്വീകരിച്ച് നിങ്ങളുടെ കടമ അങ്ങേയറ്റത്തെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി നിറവേറ്റുകയും ചെയ്യലാണ് മൊറാലിറ്റി എന്നറിയപ്പെടുന്നത്. മൊറാലിറ്റി എന്നാണെന്ത്? മൊറാലിറ്റി മീൻസ് എബിലിറ്റി ടു റെക്കഗ്നൈസ് വിർച്യൂസ് ഫ്രം വൈസസ്, നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് നന്മയെ സ്വീകരിക്കുകയും ആൻഡ് പെർഫോം ഡ്യൂട്ടീസ് വിത്ത് അറ്റ്മോസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് നന്മയെ സ്വീകരിക്കുകയും നിങ്ങളുടെ കടമ അങ്ങേയറ്റത്തെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി നിറവേറ്റുകയും ചെയ്യലാണ് എന്നറിയപ്പെടുന്നത് ഈ മൊറാലിറ്റി അഥവാ ധാർമ്മികത എന്നറിയപ്പെടുന്നത്. വെച്ചാൽ നിങ്ങളുടെ കടമ എന്താണ്? ഇപ്പോൾ പഠിക്കുക, നല്ലപോലെ പഠിക്കുക എന്നുള്ളതാണ്. അത് നല്ല രീതിയിൽ ചെയ്യുക, അതാണ് നിങ്ങളുടെ ധാർമ്മികത. അപ്പോൾ ഇങ്ങനെ മൊറാലിറ്റി മീൻസ് എബിലിറ്റി ടു റെക്കഗ്നൈസ് വിർച്യൂസ് ഫ്രം വൈസ് ആൻഡ് അക്സെപ്റ്റ് വിർച്യൂസ് ആൻഡ് പെർഫോം ഡ്യൂട്ടീസ് വിത്ത് അറ്റ്മോസ്റ്റ് റെസ്പോൺസിബിലിറ്റി. ഇനി ഇത് എങ്ങനെയാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്? സിവിക് കോൺഷ്യസുമായിട്ട് മൊറാലിറ്റി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ് പറയുന്നത്. മൊറാലിറ്റി ഹെൽപ്സ് സിവിക് കോൺഷ്യസ്. മൊറാലിറ്റി എന്തിനെ വളർത്തിയെടുക്കും? മൊറാലിറ്റി സിവിക് കോൺഷ്യസ് വളർത്തിയെടുക്കും. വേറെ ഇമ്മൊറാലിറ്റി ഡിസ്ട്രോയ്സ് ഇറ്റ്. മൊറാലിറ്റി അഥവാ ധാർമ്മികത പൗരബോധത്തെ വളർത്തിയെടുക്കുമെങ്കിൽ ഇമ്മൊറാലിറ്റി എന്ത് ചെയ്യും? അധാർമികത അതിനെ ഇല്ലാതാക്കും. ക്രിയേഷൻ ഓഫ് മോറൽ കോൺഷ്യസ്നസ് എന്ത് വളർത്തിയെടുക്കലാണ്? ധാർമ്മിക ബോധം വളർത്തിയെടുക്കൽ. ക്രിയേഷൻ ഓഫ് മോറൽ കോൺഷ്യസ്നസ് ഇൻ ആൾ വാക്സ് ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും മോറൽ കോൺഷ്യസ്നസ് അഥവാ ധാർമ്മിക ബോധം വളർത്തിയെടുക്കലാണ് ഈസ് ദ മോസ്റ്റ് എഫക്റ്റീവ് വേ ടു ഫോസ്റ്റർ സിവിക് കോൺഷ്യസ്നസ്. പൗരബോധം വളർത്തിയെടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് എന്താണ്? സിവിക് കോൺഷ്യസ് വളർത്തിയെടുക്കൽ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നതാണ് മൊറാലിറ്റി കീപ്പ് ചെയ്യലാണ്. മൊറാലിറ്റി മീൻസ് എന്തോ? ധാർമ്മികത. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ധാർമ്മികത, നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് നന്മയെ സ്വീകരിക്കാനുള്ള കഴിവുണ്ടാക്കി എടുക്കലാണ് സിവിക് കോൺഷ്യസ് വളർത്തിയെടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. ക്രിയേഷൻ ഓഫ് മോറൽ കോൺഷ്യസ്നസ് ഇൻ ആൾ വാക്സ് ഓഫ് ലൈഫ് ഈസ് ദ മോസ്റ്റ് എഫക്റ്റീവ് വേ ടു ഫോസ്റ്റർ സിവിക് കോൺഷ്യസ്നസ്. അപ്പോൾ ഇത്രയും പറഞ്ഞ സിവിക് കോൺഷ്യസ് ക്രിയേറ്റീവ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണെന്നും മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഇതോട് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. മൊറാലിറ്റി മീൻസ് എബിലിറ്റി ടു റെക്കഗ്നൈസ് വിർച്യൂസ് ഫ്രം വൈസ് ആൻഡ് അക്സെപ്റ്റ് വിർച്യൂസ് ആൻഡ് പെർഫോം ഡ്യൂട്ടീസ് വിത്ത് അറ്റ്മോസ്റ്റ് റെസ്പോൺസിബിലിറ്റി. നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് നന്മയെ സ്വീകരിക്കുകയും എന്നിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അങ്ങേയറ്റത്തെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി കടമകൾ നിറവേറ്റുകയും ചെയ്യലാണെന്നറിയപ്പെടുന്ന മൊറാലിറ്റി എന്നറിയപ്പെടുന്നത്. മൊറാലിറ്റി എന്ത് വളർത്തിയെടുക്കുക? സിവിക് കോൺഷ്യസ് വളർത്തിയെടുക്കുകയും ഇമ്മൊറാലിറ്റി അതിനെ ഇല്ലാതാക്കും. പിന്നെ ക്രിയേഷൻ ഓഫ് മോറൽ കോൺഷ്യസ്നസ് ഇൻ ആൾ വാക്സ് ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എന്ത് വളർത്തിയെടുക്കൽ? മോറൽ കോൺഷ്യസ് വളർത്തിയെടുക്കലാണ് ഈസ് ദ മോസ്റ്റ് എഫക്റ്റീവ് വേ ടു ഫോസ്റ്റർ സിവിക് കോൺഷ്യസ്. പൗരബോധം വളർത്തിയെടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. ഇനി അതിനുശേഷം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഇതിനകത്ത് നിന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് പല പ്രാവശ്യം. പ്രൊട്ടക്റ്റ് നേച്ചർ, അത് ആബ്സെൻസ് ഓഫ് സിവിക് കോൺഷ്യസ് ആണോ? പ്രൊട്ടക്റ്റ് നേച്ചർ എന്ന് പറയുമ്പോൾ എന്തോ പരിസ്ഥിതി സംരക്ഷിക്കൽ, അതെന്ന് പറയുന്നത് സിവിക് കോൺഷ്യസ് ആണോ അതോ ആബ്സെൻസ് ഓഫ് സിവിക് കോൺഷ്യസ് ആണോ മനസ്സിലാക്കി വെക്കണം. അതെന്താണ് പ്രൊട്ടക്റ്റ് നേച്ചർ? അപ്പോൾ അതെന്ന് പറയുന്നത് സിവിക് കോൺഷ്യസ് പൗരബോധമുള്ള ആൾക്കാർ ചെയ്യുന്നതാണ്. പിന്നെ പ്രൊട്ടക്റ്റ് ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ്, അപ്പോൾ അതെന്തുവാ? അതും എന്താണെന്ന് മനസ്സിലാക്കി. അത് ഉദാഹരണമായിട്ട് ആബ്സെൻസ് ആണോ അതോ സിവിക് കോൺഷ്യസ് ആണോ? ആബ്സെൻസ് ഓഫ് സിവിക് കോൺഷ്യസ് ആണോ അതോ സിവിക് കോൺഷ്യസ് ഉള്ളവരാണ് ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അത് സിവിക് കോൺഷ്യസ് ഉള്ള ആൾക്കാരാണ് അല്ലേ. ഇനി അതുപോലെ തന്നെ കറപ്ഷൻ അഴിമതി എന്ന് പറയുന്നത് ഇതിനകത്ത് വരും. ആബ്സെൻസ് ഓഫ് സിവിക് കോൺഷ്യസ് ആണോ അതോ സിവിക് കോൺഷ്യസ് ആണോ? കറപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് സിവിക് കോൺഷ്യസ് ഉള്ളവരാണോ അത് ആബ്സെൻസ് ഓഫ് സിവിക് കോൺഷ്യസ് ആണ്? അതെന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് സിവിക് കോൺഷ്യസ് ഉള്ളവരാണ് അങ്ങനെ ചെയ്യുന്നത്, കറപ്ഷൻ അഴിമതി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളും മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി അതിനുശേഷം അടുത്ത ഭാഗത്തിൽ സിവിക് കോൺഷ്യസ് ആൻഡ് ചലഞ്ചസ്, പൗരബോധം നേടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി എന്താണെന്ന് ഇന്ന് പ്രധാനപ്പെട്ട ഭാഗമാണ്. The main challenge faced by civic consciousness is the mindset. എന്ത് മൈൻഡ് സെറ്റ് ആണ്? ടു ഡു എനിത്തിങ് ഫോർ ദ സേക്ക് ഓഫ് ഓൺസ് ഓൺ പേഴ്സണൽ ഇൻട്രസ്റ്റ്. ടു ഡു എനിത്തിങ്, എന്തും ചെയ്യൽ ഫോർ ദ സേക്ക് ഓഫ് ഓൺസ് ഓൺ പേഴ്സണൽ ഇൻട്രസ്റ്റ്. സ്വന്തം താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി എന്തും ചെയ്യലാണ് പൗരബോധം നേടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളിയും. അപ്പോൾ ദ മെയിൻ ചലഞ്ച് ഫേസ്ഡ് ബൈ സിവിക് കോൺഷ്യസ്നസ് ഈസ് ദ മൈൻഡ് സെറ്റ്. എന്ത് മൈൻഡ് സെറ്റാണ്? ടു ഡു എനിത്തിങ് ഫോർ ദ സേക്ക് ഓഫ് ഓൺസ് ഓൺ പേഴ്സണൽ ഇൻട്രസ്റ്റ്. സ്വന്തം കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യലാണ് നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി, പൗരബോധം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് വെച്ചാൽ സ്വന്തമായി പണം സമ്പാദിക്കാനായിട്ട് മറ്റുള്ളവർക്ക് കഞ്ചാവ് കൊടുത്താലും ശരി നേടിയെടുക്കൽ, പണം സമ്പാദിക്കൽ, അത് പൗരബോധം നേടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. ബൈ നെഗേറ്റീവ് പബ്ലിക് ഇൻട്രസ്റ്റ്, പൊതു താല്പര്യങ്ങൾ അവഗണിച്ചുകൊണ്ട് സ്വന്തം താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി എന്തും ചെയ്യലാണ് പൗരബോധം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളിയും. അപ്പോൾ എന്താണ് മൈൻഡ് സെറ്റ്? ഈസ് ദ മൈൻഡ് സെറ്റ് ടു ഡു എനിത്തിങ് ഫോർ ദ സേക്ക് ഓഫ് ഓൺസ് ഓൺ പേഴ്സണൽ ഇൻട്രസ്റ്റ് ബൈ നെഗേറ്റിംഗ് പബ്ലിക് ഇൻട്രസ്റ്റ്.
എങ്ങനെയാണ് നമുക്കിത് ഓവർകം ചെയ്യാൻ സാധിക്കുന്നത്? ഈ പൗരബോധം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി എങ്ങനെയാണ് തരണം ചെയ്യാൻ സാധിക്കുക? ഈച്ച് വൺ ഷുഡ് ഇവാലുവേറ്റ് ഹിസ് ആക്ടിവിറ്റീസ് ക്രിട്ടിക്കലി. ഓരോരുത്തരും അവരുടെ പ്രവർത്തനം ശരിയാണോ തെറ്റാണോ, അവർ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്തണം. ഈച്ച് വൺ ഷുഡ് ഇവാലുവേറ്റ്, വിലയിരുത്തണം. എങ്ങനെയാണ്? ഹിസ് ആക്ടിവിറ്റീസ് ക്രിട്ടിക്കലി, വിമർശനാത്മകമായി വിലയിരുത്തണം. തെറ്റാണോ ശരിയാണോ? അങ്ങനെയാണ് നിങ്ങൾക്കുള്ളിൽ നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ധാരണയാവും. അല്ലെ ചീത്ത കാര്യം ഞാൻ ചെയ്യാൻ പോവുകയാണ്, അത് നിർത്തലാക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിടയിൽ എന്ത് വളർന്ന ഒരു സിവിക് കോൺഷ്യസ്നസ്. ഈച്ച് വൺ ഷുഡ് ഇവാലുവേറ്റ് ഹിസ് ആക്ടിവിറ്റീസ് ക്രിട്ടിക്കലി, ഷുഡ് വർക്ക് ഫോർ ഓൺസ് ഇൻട്രസ്റ്റ് വിത്തൗട്ട് ഗോയിങ് അഗെയിൻസ്റ്റ് പബ്ലിക് ഇൻട്രസ്റ്റ്. നമ്മളൊരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം, സ്വന്തമായിട്ട് നമ്മൾ പ്രവർത്തിക്കണം. എങ്ങനെയാണ്? വിത്തൗട്ട് ഗോയിങ് അഗെയിൻസ്റ്റ് പബ്ലിക് ഇൻട്രസ്റ്റ്. ആരുടെ താല്പര്യങ്ങൾ ഹനിക്കാതെ, ആർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ, പൊതു താല്പര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കാതെ സ്വന്തം താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മൾ സ്വന്തമായിട്ട് സ്വത്ത് സമ്പാദിക്കാൻ ശ്രമിക്കണം, മറ്റുള്ളവർക്ക് ദോഷകരമാവാത്ത രീതിയിൽ. ഷുഡ് വർക്ക് ഓൺസ് ഇൻട്രസ്റ്റ്. എങ്ങനെയാണ്? വിത്തൗട്ട് ഗോയിങ് അഗെയിൻസ്റ്റ് പബ്ലിക് ഇൻട്രസ്റ്റ്. അടുത്തത് ബി ദ ചേഞ്ച് വിച്ച് യു എക്സ്പെക്ട് ഫ്രം അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങൾ നമ്മളിൽ തന്നെ ആരംഭിക്കണം. ഞാൻ നിങ്ങളോട് പഠിക്കാൻ പറയുന്ന സമയത്ത് അത് ആദ്യം ഞാൻ ആരംഭിക്കണം, അത് ഞാൻ ചെയ്യണം. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് അത് ആരിൽ നിന്ന് തുടങ്ങണം? നമ്മളിൽ തന്നെ ആരംഭിക്കണം. അപ്പോൾ ബി ദ ചേഞ്ച് വിച്ച് യു എക്സ്പെക്ട് ഫ്രം അതേഴ്സ്. ബി ദ ചേഞ്ച് വിച്ച് യു എക്സ്പെക്ട് ഫ്രം അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണോ അത് നമ്മളിൽ തന്നെ ആരംഭിക്കണം. അടുത്ത് ഈക്വൽ വെയിറ്റ് ഷുഡ് ബി ഗിവൺ ഇൻ. എവിടെയാണ്? ബോത്ത് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. അവകാശങ്ങൾക്കും കടമകൾക്കും ഒരേ പരിഗണന കൊടുക്കണം. ഈക്വൽ വെയിറ്റ് ഷുഡ് ബി ഗിവൺ. എവിടെയാണ്? ടു ബോത്ത് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. അവകാശങ്ങൾക്കും കടമകൾക്കും ഒരേ പരിഗണന നമ്മൾ നൽകണം. ഇൻഡിവിജ്വൽ ഷുഡ് ആക്ട് ഡെമോക്രാറ്റിക്കലി ആൻഡ് ടോളറബിളി. വ്യക്തികൾ എങ്ങനെ പ്രവർത്തിക്കണം? ജനാധിപത്യപരമായിട്ടും ടോളറബിളി എന്ന് വെച്ചാൽ നേരത്തെ ഞാൻ മനസ്സിലാക്കിയത്, ടോളറബിളി എന്ന് വെച്ചാൽ എല്ലാ മതം. ഇപ്പം ഞാനൊരു മതത്തെ വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന മതത്തെ എങ്ങനെയാണോ പരിഗണിക്കുന്നത് അതേപോലെ മറ്റു മതങ്ങളെ പരിഗണിക്കാനുള്ള ആ ഒരു ചിന്തയാണ്, ആ ഒരു കഴിവാണ് ടോളറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തികൾ എങ്ങനെ ചിന്തിക്കണം? ജനാധിപത്യപരമായിട്ട് മറ്റുള്ളവരെ പരിഗണിച്ചുകൊണ്ടും, അതുപോലെ ടോളറബിളി എന്ന് വെച്ചാൽ അവരെ നമ്മളെ ഒരുപോലെ കാണത്തക്ക രീതിയിൽ ചിന്തിക്കണം, ഒരേപോലെ അത്തരത്തിൽ പ്രവർത്തിക്കണം. അപ്പം ഇൻഡിവിജ്വൽ ഷുഡ് ആക്ട് എങ്ങനെയാണ്? ഡെമോക്രാറ്റിക്കലി ആൻഡ് ടോളറബിളി. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മറികടക്കാൻ സാധിക്കുന്നത്? ഈച്ച് വൺ ഷുഡ് ഇവാലുവേറ്റ് ഹിസ് ആക്ടിവിറ്റീസ് ക്രിട്ടിക്കലി. ഓരോരുത്തരും അവരുടെ പ്രവർത്തനം ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്തണം. ഷുഡ് വർക്ക് ഫോർ ഓൺസ് ഇൻട്രസ്റ്റ് വിത്തൗട്ട് ഗോയിങ് അഗെയിൻസ്റ്റ് പബ്ലിക് ഇൻട്രസ്റ്റ്. സ്വന്തം താല്പര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കണം, പൊതു താല്പര്യങ്ങൾ ഹനിക്കാതെ. ബി ദ ചേഞ്ച് വിച്ച് യു എക്സ്പെക്ട് ഫ്രം അതേഴ്സ്. മറ്റുള്ള പ്രതീക്ഷിക്കുന്ന മാറ്റം നമ്മൾ തന്നെ ആരംഭിക്കണം. ഈക്വൽ വെയിറ്റ് ഷുഡ് ബി ഗിവൺ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. അവകാശങ്ങൾ കടമകൾക്ക് ഒരേ പരിഗണന നൽകണം. ഇൻഡിവിജ്വൽ ഷുഡ് ആക്ട് ഡെമോക്രാറ്റിക്കൽ ടോളറലി. ഇൻഡിവിജ്വൽ എങ്ങനെ പ്രവർത്തിക്കണം? ജനാധിപത്യപരമായിട്ടും സഹിഷ്ണുതയോടുകൂടി പ്രവർത്തിക്കണം. അപ്പം സിവിക് കോൺഷ്യസ് നേരിടുന്ന വെല്ലുവിളി ഒഴിവാക്കാൻ സാധിക്കും. ഇനി സോഷ്യൽ സയൻസ് ലേണിംഗ് സിവിക് കോൺഷ്യസും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കും എന്നുള്ളതാണ്. സോഷ്യൽ സയൻസ് ആൻ ഏരിയ ഓഫ് സ്റ്റഡി വിച്ച് ഈസ് വെരി ക്ലോസ് ടു സൊസൈറ്റി. ഹ്യൂമൻ ബീങ്സ് എൻവിസേജസ് കോംപ്രിഹെൻസീവ് ചേഞ്ചസ് ഇൻ എവരി ഇൻഡിവിജ്വൽ. സോഷ്യൽ സയൻസ് എന്തുമായിട്ട് ബന്ധപ്പെട്ട പഠനം എന്ന നിലയിൽ സമൂഹത്തെക്കുറിച്ചും മനുഷ്യനുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഒരു സബ്ജക്റ്റ് എന്ന നിലയിൽ അത് സമഗ്രമായ മാറ്റം ഓരോ വ്യക്തിയിലും എൻവിസേജ് ചെയ്യുന്നു, ഇമാജിൻ ചെയ്യുന്നു. ഓരോ വ്യക്തികളിലും ഡീപ്പായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ സോഷ്യൽ സയൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഹൗ സോഷ്യൽ സയൻസ് ലേണിംഗ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ ദ ഫോർമുലേഷൻ ഓഫ് സിവിക് കോൺഷ്യസ്? എങ്ങനെയാണ് സാമൂഹ്യശാസ്ത്ര പഠനം നിങ്ങൾക്കുള്ളിൽ പൗരബോധം വളർത്തിയെടുക്കാൻ സഹായകമായി തീരുന്നത്? എക്വിപ്പ് ദ ഇൻഡിവിജ്വൽ ടു റെസ്പെക്ട് ഡൈവേഴ്സിറ്റി ആൻഡ് ബിഹേവ് വിത്ത് ടോളറൻസ്. വ്യക്തികളെ പ്രാപ്തനാക്കും എങ്ങനെ പ്രവർത്തിക്കാൻ? റെസ്പെക്ട് ഡൈവേഴ്സിറ്റി. നമ്മുടെ രാജ്യത്ത് വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ ജാതികളുണ്ട് അല്ലേ? അപ്പോൾ അവരെയൊക്കെ ആ വൈവിധ്യത്തെയൊക്കെ നമ്മൾ ബഹുമാനിക്കാനും അതിനെ സഹിഷ്ണുതയോടുകൂടി അതിനെ കാണാനുമുള്ള ഒരു സമീപനം ആ ഒരു സമീപനം നമ്മളിൽ വളർത്തിയെടുക്കാൻ നമ്മളെ സഹായിക്കുമാര്? ഈ സോഷ്യൽ സയൻസ്. എക്വിപ്പ് ദ ഇൻഡിവിജ്വൽ എക്വിപ്പ് ദ ഇൻഡിവിജ്വൽ ടു റെസ്പെക്ട് ഡൈവേഴ്സിറ്റി. വൈവിധ്യത്തെ നമ്മൾ അംഗീകരിക്കാൻ, അതുപോലെ തന്നെ അതിൻ്റെ ബിഹേവ് വിത്ത് ടോളറൻസ്, എങ്ങനെ പെരുമാറാനും സഹിഷ്ണുതയോടുകൂടി മറ്റുള്ളവരെ നമ്മൾ ഈക്വലായിട്ട് കാണാനുള്ള ആ മനസ്ഥിതി വളർത്തിയെടുക്കാനും നമ്മളെ പ്രാപ്തനാക്കും ആര്? സോഷ്യൽ സയൻസ്. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്? സിവിക് കോൺഷ്യസ് ഉണ്ട്. അപ്പോൾ എക്വിപ്പ് ദ ഇൻഡിവിജ്വൽ ടു റെസ്പെക്ട് ഡൈവേഴ്സിറ്റി ആൻഡ് ബിഹേവ് വിത്ത് ടോളറൻസ്. നമ്മളെല്ലാ മതങ്ങളെയും ജാതികളെയും ഒരേപോലെ കാണാനുള്ള ആ ഒരു മനസ്സ് വളർത്തിയെടുക്കാൻ നമ്മളെ സഹായിക്കുമാര്? സോഷ്യൽ സയൻസ്. അപ്പോൾ എക്വിപ്പ് ദ ഇൻഡിവിജ്വൽ ടു റെസ്പെക്ട് ഡൈവേഴ്സിറ്റി ആൻഡ് ബിഹേവ് വിത്ത് ടോളറൻസ്. അടുത്ത ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ് ഓഫ് പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക് ആൻഡ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്. അപ്പോൾ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ വിവിധ വശങ്ങൾ വിവിധ തലങ്ങൾ നമ്മളെ മനസ്സിലാക്കി തരാൻ ആര് സഹായിക്കും? സോഷ്യൽ സയൻസ്. ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ് ഓഫ് പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക് ആൻഡ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്. ഇപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, അത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് സംഭവിക്കുന്നത്, അതിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് നമ്മളെ മനസ്സിലാക്കി തരും ആര്? സോഷ്യൽ സയൻസ്.
അടുത്ത എക്വിപ്പ് ദ ഇൻഡിവിജ്വൽ ടു സജസ്റ്റ് കോംപ്രിഹെൻസീവ് സൊല്യൂഷൻ ഡിഫറൻറ്റ് പ്രോബ്ലംസ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള സാമൂഹിക പ്രശ്നങ്ങളുണ്ട്. ഈ ചാപ്റ്ററിൽ തന്നെ മനസ്സിലാക്കിയിട്ട് വാട്ടർ സ്കേഴ്സിറ്റി, കറപ്ഷൻ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളൊക്കെ മറികടക്കുന്നതിനുള്ള സൊല്യൂഷൻ മുന്നോട്ട് വയ്ക്കും ആര്? സോഷ്യൽ സയൻസ്. എക്വിപ്പ് ദ ഇൻഡിവിജ്വൽ, അതിന് വ്യക്തികളെ പ്രാപ്തനാക്കുക. എക്വിപ്പ് ദ ഇൻഡിവിജ്വൽ ടു സജസ്റ്റ് കോംപ്രിഹെൻസീവ് സൊല്യൂഷൻ ടു ഡിഫറൻറ്റ് പ്രോബ്ലംസ്, വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻസ്, അതിൻ്റെ പരിഹാരങ്ങളുടെ പരിഹാരം കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കും, പ്രാപ്തനാക്കുവാൻ സോഷ്യൽ സയൻസ്. എക്വിപ്പ് ദ ഇൻഡിവിജ്വൽ ടു സജസ്റ്റ് കോംപ്രിഹെൻസീവ് സൊല്യൂഷൻ ടു ഡിഫറൻറ്റ് പ്രോബ്ലംസ്. അടുത്ത ഡിസിമിനേറ്റ് ദ മെസ്സേജസ് ഓഫ് പീസ് ആൻഡ് കോപ്പറേഷൻ ഇൻ ദ സൊസൈറ്റി. അപ്പോൾ സമാധാനത്തിൻ്റെയും സഹകരണത്തിൻ്റെയും സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കും, ഡിസിമിനേറ്റ് ചെയ്യും. ഡിസിമിനേറ്റ് ദ മെസ്സേജസ് ഓഫ് പീസ് ആൻഡ് കോപ്പറേഷൻ സൊസൈറ്റി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്ന ചാപ്റ്റർ നിങ്ങളെ പഠിപ്പിച്ച് എന്തിനു വേണ്ടിയാണെന്നാൽ പ്രത്യേകിച്ച് ഗാന്ധിജിയുടെ ആശയങ്ങൾ, അഹിംസ, അതുപോലെ തന്നെ നോൺ വയലൻസ് എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയാണ് അദ്ദേഹത്തിൻ്റെ സമരമാർഗ്ഗങ്ങൾ. അപ്പോൾ അതൊക്കെ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് സമാധാനത്തിൻ്റെയും അതുപോലെ തന്നെ സമാധാനത്തിൻ്റെയും സഹകരണത്തിൻ്റെയും സന്ദേശങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സോഷ്യൽ സയൻസ് ശ്രമിക്കാറുണ്ട്. ഡിസിമിനേറ്റ് ദ മെസ്സേജസ് ഓഫ് എന്തിനെയാണ്? പീസ് ആൻഡ് കോപ്പറേഷൻ ഇൻ സൊസൈറ്റി. മേക്സ് എ ഇൻഡിവിജ്വൽ സിവിക് കോൺഷ്യസ്നസ്, വ്യക്തികളെ എങ്ങനെയാക്കി മാറ്റും? പൗരബോധമുള്ളവരാക്കി മാറ്റും. മേക്സ് എ ഇൻഡിവിജ്വൽ സിവിക് കോൺഷ്യസ്നസ് ആൻഡ് ആക്ഷൻ ഓറിയൻറ്റഡ്, പ്രവർത്തനനിരതരാക്കി മാറ്റുകയും ചെയ്യും. എങ്ങനെയാണ്? ബൈ ഫാമിലറൈസിങ് ഐഡിയൽ മോഡൽസ് ആൻഡ് ആക്ടിവിസ്റ്റ് ഓഫ് സിവിക് കോൺഷ്യസ്. ബൈ ഫാമിലറൈസ് ഐഡിയൽ മോഡൽസ് എന്ന് വെച്ചാൽ ആരെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട്? ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെക്കുറിച്ച് മനസ്സിലാക്കി നൽകിക്കൊണ്ട്, ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് സിവിക് കോൺഷ്യസ്. അപ്പോൾ പൗരബോധം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ട്, പ്രവർത്തനങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ട്, അപ്പോൾ കല്ലേൻ പൊക്കുടൻ, മൈലമ്മ, മദർ തെരേസ എന്നിവർ ചെയ്ത കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ട്, അവർ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളെ മനസ്സിലാക്കി തന്നുകൊണ്ട് നിങ്ങൾ എന്ത് വളർത്തിയെടുക്കും? നിങ്ങളെ സിവിക് കോൺഷ്യസ് ആക്കി മാറ്റിയെടുക്കലും അതേപോലെ തന്നെ ആക്ഷൻ ഓറിയൻറ്റഡ് മീൻസ് എന്തോ പ്രവർത്തന നിരതരാക്കി മാറ്റുകയും ചെയ്യും. അപ്പോൾ മേക്സ് ദ ഇൻഡിവിജ്വൽ സിവിക് കോൺഷ്യസ് ആൻഡ് ആക്ഷൻ ഓറിയൻറ്റഡ്. എങ്ങനെയാണ്? ബൈ ഫാമിലറൈസിങ് ഐഡിയൽ മോഡൽസ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് സിവിക് കോൺഷ്യസ്നസ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. റെസ്പെക്ട് ഡൈവേഴ്സിറ്റി ആൻഡ് ബിഹേവ് വിത്ത് ടോളറൻസ്, അതായത് വൈവിധ്യത്തെ അംഗീകരിക്കാനും സഹിഷ്ണുതയോടെ പെരുമാറാനും വ്യക്തികളെ പ്രാപ്തനാക്കും. ഇപ്പോൾ അണ്ടർസ്റ്റാൻഡ് ഡിഫറൻറ്റ് കോണ്ടെക്സ്റ്റ് ഓഫ് പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക് ആൻഡ് എൻവയോൺമെൻറ്റ് പ്രോബ്ലംസ്, രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക പ്രശ്നങ്ങളുടെ വിവിധ തലങ്ങൾ മനസ്സിലാക്കി തരാൻ നിങ്ങളെ സഹായിക്കും. അതിൽ സജസ്റ്റ് കോംപ്രിഹെൻസ് സൊല്യൂഷൻ ഡിഫറൻറ്റ് പ്രോബ്ലംസ്, വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾക്ക് പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കാൻ നിങ്ങളെ പ്രാപ്തനാക്കും. അടുത്ത ഡിസിമിനേറ്റ് ദ മെസ്സേജസ് ഓഫ് പീസ് ആൻഡ് കോപ്പറേഷൻ, സമാധാനത്തിൻ്റെയും സഹകരണത്തിൻ്റെയും സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കും. അടുത്ത മേക്സ് ഇൻഡിവിജ്വൽ സിവിക് കോൺഷ്യസ് ആൻഡ് ആക്ഷൻ ഓറിയൻറ്റഡ്, വ്യക്തിയെ എന്താക്കി മാറ്റും? പൗരബോധമുള്ളവരാക്കിയും അതുപോലെ തന്നെ പ്രവർത്തനനിരതരാക്കി മാറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്ത കാര്യം. അപ്പോൾ ഇവിടെ ഈ ചാപ്റ്ററിൽ തുടക്കം തന്നെ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ആരൊക്കെയാണ് പ്രധാനപ്പെട്ട വ്യക്തികൾ? ഈ ക്വസ്റ്റ്യൻസൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. അതിൽ ആരൊക്കെയാണ്? കല്ലേൻ പൊക്കുടൻ, ഹജ്ജപ്പ, പിന്നെ APJ അബ്ദുൽ കലാം, മദർ തെരേസ, മൈലമ്മ, ദശരഥ് മാജി, ഇവരൊക്കെയാണ്. ഇവരുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് മനസ്സിലാക്കിയത്. ഡൈവർജന്റ് തിങ്കിങ്, സെൽഫ്ലെസ് ആക്ടിവിറ്റീസ്, അതേപോലെ തന്നെ പിന്നെന്തായിരുന്നു? സെൽഫ്ലെസ് ആക്ടിവിറ്റീസ്, അവയർനെസ് അബൌട്ട് ദ പ്രോബ്ലംസ് ഓഫ് വെൽബീയിങ്സ് ആൻഡ് സൊസൈറ്റി, പിന്നെ വില്ലിംഗ് ടു സെർവ്, സേവന സന്നദ്ധ മനോഭാവം, ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട കോമൺ ഫീച്ചേഴ്സ് ഓഫ് ഐഡിയൽ പേഴ്സണാലിറ്റി. പിന്നെ സിവിക് കോൺഷ്യസിന്റെ പ്രാധാന്യം എന്താണ്? സിവിക് കോൺഷ്യസ് റെക്കഗ്നീഷൻ ദാറ്റ് ഈച്ച് സിറ്റിസൺ ഇസ് ഫോർ ദ സൊസൈറ്റി ആൻഡ് ജെനുവിൻ ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി ആർ ദ ഇൻട്രസ്റ്റ് ഓഫ് സിറ്റിസൺ. അപ്പോൾ സമൂഹത്തിന്റെ ഉത്തമ താല്പര്യങ്ങൾ പൗരൻ്റേതാണെന്നുമുള്ള തിരിച്ചറിവാണ് സിവിക് കോൺഷ്യസിന്റെ അടിസ്ഥാനം. അപ്പോൾ സിവിക് കോൺഷ്യസ് എന്ന് പറഞ്ഞത് എന്താണ്? ഈച്ച് സിറ്റിസൺ ഇസ് ഫോർ ദ സൊസൈറ്റി, ഓരോ പൗരനും ആർക്ക് വേണ്ടി? സമൂഹത്തിന് വേണ്ടിയുള്ളതാണെന്നും അതേപോലെ തന്നെ സമൂഹത്തിന് ഉത്തമ താല്പര്യങ്ങളാണ് സമൂഹത്തിന് ഉത്തമ താല്പര്യങ്ങളാണ് വ്യക്തിയുടേതെന്നുമുള്ള തിരിച്ചറിവാണ് സിവിക് കോൺഷ്യസ്. പിന്നെ ഇതില്ലായെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു? ഹ്യൂമൻ ബീങ്സ് എന്തായി മാറും? സെൽഫിഷായി തീരും. ആൻഡ് ആൾ ആക്ടിവിറ്റീസ് ഫോർ ഹിസ് ഓൺ അച്ചീവ്മെന്റ്, സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമായി തീരുകയും ദെർ വിൽ ബി നോ പീസ് ആൻഡ് സെക്യൂരിറ്റി, അതിൽ സമൂഹത്തിൽ സമാധാനം സുരക്ഷിതത്വം ഉണ്ടായിരിക്കത്തില്ല. പിന്നെ പറഞ്ഞ കാര്യം ഇതുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു? ഇറ്റ് ഹെൽപ്സ് ദ സൊസൈറ്റി ടു റീകൺസ്ട്രക്ട് ഫ്രം എവിടെ നിന്നാണ്? ക്രൈസിസ് ആൻഡ് റിക്കവർ ഫ്രം ഇൻസെക്യൂരിറ്റി. An example, Diver in Deluge of 2018, 2018 വെള്ളപ്പൊക്ക സമയത്ത് നമ്മൾ യുനാനിമസ് വോളണ്ടിയർഷിപ്പ്, എങ്ങനെയാണ് യുനാനിമസ് വോളണ്ടിയർഷിപ്പ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ഫ്ലഡ് ഇൻ 2018. പിന്നെ മനസ്സിലാക്കിയ കാര്യം നമ്മൾ പ്രധാനപ്പെട്ട പ്രോബ്ലംസ് എങ്ങനെയാണ് കളക്റ്റീവ് ആക്ഷൻ ഓഫ് ദ കോർപ്പറേഷൻ ഈസ് സോൾവ് ദ സം പ്രോബ്ലംസ്, എങ്ങനെയാണ് പരിഹരിക്കാൻ സാധിക്കുക? എങ്ങനെയൊക്കെയാണ്? വാട്ടർ സ്കേഴ്സിറ്റി എങ്ങനെ പരിഹരിക്കാം? എൻവയോൺമെന്റ് പൊല്യൂഷൻ എങ്ങനെ പരിഹരിക്കാം? ഫ്ലഡ് എങ്ങനെ പരിഹരിക്കാം? കറപ്ഷൻ എങ്ങനെ പരിഹരിക്കാം? ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. അടുത്ത ഫാക്ടേഴ്സ് ഇൻ ഡിറ്റർമിൻ സിവിക് കോൺഷ്യസ് ഏതൊക്കെയാണ്? ഫാമിലി, എഡ്യൂക്കേഷൻ, അതിൽ ആദ്യം പറഞ്ഞത് ഫാമിലിയാണ്. ഫാമിലി എങ്ങനെയാണ്? ഫാമിലി ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഫോസ്റ്ററിംഗ് ആൻഡ് മെനി ക്രിയേറ്റ്സ് റെസ്പോൺസിബിലിറ്റി അമംഗ് ദ പീപ്പിൾ, കുട്ടികൾക്കിടയിൽ അല്ലെങ്കിൽ അംഗങ്ങൾക്കിടയിൽ എന്ത് വളർത്തിയെടുക്കാൻ സാധിക്കും? റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വ ബോധം വളർത്തിയെടുക്കാൻ സഹായിക്കുന്നു. പിന്നെ ഇൻസ്പിറേഷൻ ആൻഡ് എൻകറേജ്മെന്റ്, രണ്ട് കാര്യം. ഇൻസ്പിറേഷൻ മീൻസ് എന്തോ? പ്രചോദനം, പ്രോത്സാഹനം. ഇത് രണ്ടും എന്ത് വളർത്തിയെടുക്കാൻ സഹായിക്കും? സിവിക് കോൺഷ്യസ് വളർത്തിയെടുക്കും. പിന്നെ കോൺസെപ്റ്റ് ആയിട്ട് ഈച്ച് ഇൻഡിവിജ്വൽ ഇസ് ഫോർ ദ ഫാമിലി, ഓരോ വ്യക്തികളും ആർക്ക് വേണ്ടിയുള്ളതാണ്? കുടുംബത്തിന് വേണ്ടിയുള്ളതാണെന്നും. ആൻഡ് ഫാമിലി ഈസ് ഫോർ ദ സൊസൈറ്റി ഷുഡ് ബി ഡെവലപ്ഡ് ഇൻ ഫാമിലി അറ്റ്മോസ്ഫിയർ. അപ്പം നമ്മൾക്കിടയിൽ എന്ത് വളർന്നു വരും?
സിവിക് കോൺഷ്യസ്. അടുത്ത എഡ്യൂക്കേഷൻ വിൽ ഹെൽപ്പ് ഡെവലപ്പ് വാല്യൂ കോൺഷ്യസ്. എഡ്യൂക്കേഷൻ എന്ത് വളർത്തിയെടുക്കും? മൂല്യബോധം വളർത്തിയെടുക്കും, ടോളറൻസ് വളർത്തിയെടുക്കും, ലീഡർഷിപ്പ് ക്വാളിറ്റി, സയൻറ്റിഫിക് ടെമ്പർ. ത്രൂ എഡ്യൂക്കേഷൻ നമുക്ക് വിദ്യാഭ്യാസത്തിലൂടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ വളരെ സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. പിന്നെ ത്രൂ വാല്യൂ ഉണ്ട് എഡ്യൂക്കേഷൻ അപ്രോച്ച് വി ക്യാൻ ഡെവലപ്പ് സിവിക് കോൺഷ്യസ് അമംഗ് ദ പീപ്പിൾ. കുട്ടികൾക്കിടയിലും ജനങ്ങൾക്കിടയിലും മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് എന്ത് വളർത്തിയെടുക്കാൻ സാധിക്കും? സിവിക് കോൺഷ്യസ് വളർത്തിയെടുക്കാൻ സാധിക്കും. ഇനി അസോസിയേഷൻ്റെ പങ്ക്. അസോസിയേഷൻ എക്വിപ്പ് ദ ഇൻഡിവിജ്വൽ ടു വർക്ക് വോളണ്ടറി വിത്ത് സർവീസ് മെന്റ്. സേവന സന്നദ്ധ മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കാൻ നമ്മളെ അസോസിയേഷൻ പ്രാപ്തനാക്കും. ഉദാഹരണം പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, ചാരിറ്റി എക്സെട്ര. പിന്നെ മീഡിയ പ്ലേസ് ഇമ്പോർട്ടൻറ്റ് റോൾ ഫോർമുലേറ്റ് സിവിക് കോൺഷ്യസ്. മീഡിയ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. പ്രിന്റ് ആൻഡ് ഇലക്ട്രോണിക് മീഡിയ ഇൻഫ്ലുവൻസ് സൊസൈറ്റി ട്രമൻഡസ്ലി. അച്ചടി മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. മീഡിയ ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് ഇമ്പാർഷ്യൽ. മീഡിയ എങ്ങനെ പ്രവർത്തിക്കണം? ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കണം, ഇമ്പാർഷ്യലായിട്ട് പ്രവർത്തിക്കണം. ഇനി ഇൻഫർമേഷൻ ഫ്രം ദി മീഡിയ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ക്രിട്ടിക്കലായിട്ട് വിലയിരുത്തേണ്ടതുണ്ട്. അതിന് ഡെമോക്രസി ഇസ് ദ ബേസ് ഓഫ് വളർത്ത കമ്പോണൻസ് വിച്ച് ഹെൽപ്പ് ഡെവലപ്പ് സിവിക് കോൺഷ്യസ്. പൗരബോധം വളർത്തിയിൽ നിർണ്ണായകമായി പങ്കുവഹിക്കുന്നുണ്ട് ഡെമോക്രസി എന്ന് പറയുന്നത്. പിന്നെ ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ്. ഇതൊരു ജീവിതചര്യയാണ്, മോർ ദാൻ ഫോം ഓഫ് ഗവൺമെന്റ്. ഗിവിംഗ് ബാക്ക് കോപ്പറേഷൻ ആൻഡ് സപ്പോർട്ട് ഫ്രം അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന പരിഗണനയും പിന്തുണയും തിരികെ നൽകുന്നതാണ് ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഓൺ ഡെമോക്രാറ്റിക് കോൺഷ്യസ്. മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന പരിഗണനയും പിന്തുണയും തിരികെ നൽകുക എന്നുള്ളത് ഒരു വലിയ സിമ്പലാണ്. എന്തിൻ്റെയാണ്? ഡെമോക്രാറ്റിക് കോൺഷ്യസ് ഉള്ള ഒരു സിമ്പലാണ്. അങ്ങനെ ഡെമോക്രാറ്റിക് കോൺഷ്യസ് ഉള്ളവരെ നിങ്ങൾക്ക് എന്തുണ്ട്? സിവിക് കോൺഷ്യസ് ഉണ്ട്. ഡെമോക്രസി പ്രോംപ്റ്റ് ചെയ്യും എന്തിനാണ്? ഇൻഡിവിജ്വൽ തിങ്ക് അബൌട്ട് ഫെലോ ബീങ്സിനെ കുറിച്ചും ആൻഡ് വർക്ക് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ദിയർ ഫ്രീഡം ആൻഡ് ഇക്വാലിറ്റി ആൻഡ് റൈറ്റ്സിനെ കുറിച്ച് ചിന്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. പിന്നെ നിങ്ങൾ കുട്ടികൾക്കിടയിൽ എങ്ങനെയൊക്കെയാണ് ഇത് വളർത്തിയെടുക്കുന്നത്? ഓർഗാനിക് ഫാമിംഗ്, ട്രാഫിക് അവയർനെസ് പ്രോഗ്രാംസ്, ആക്ടിവിറ്റീസ് അഗൈൻസ്റ്റ് ഡ്രഗ് അബ്യൂസ്, ഫിലാന്ത്രോപിക് ആക്ടിവിറ്റീസ്, ഇതിലൊക്കെ നമുക്ക് ഇതിലൂടെ ചെയ്തുകൊണ്ട് കുട്ടികൾക്കിടയിൽ എന്ത് വളർത്തിയെടുക്കാൻ സാധിക്കും? പൗരബോധം വളർത്തിയെടുക്കാൻ സാധിക്കും. പിന്നെ മൊറാലിറ്റി എന്നാണ്. മൊറാലിറ്റി മീൻസ് എബിലിറ്റി ടു റെക്കഗ്നൈസ് വിർച്യൂസ് ഫ്രം വൈസ് ആൻഡ് ആക്സെപ്റ്റ് വിർച്യൂസ് ആൻഡ് പെർഫോം ഡ്യൂട്ടീസ് വിത്ത് അറ്റ്മോസ്റ്റ് റെസ്പോൺസിബിലിറ്റി. അത് നന്മതിന്മകളെ തിരിച്ചറിഞ്ഞ് നന്മയെ സ്വീകരിക്കുകയും നിങ്ങളുടെ കടമ അങ്ങേയറ്റത്ത് ഉത്തരവാദിത്ത ബോധത്തോട് നിറവേറ്റുകയും ചെയ്യലാണ് മൊറാലിറ്റി എന്നറിയപ്പെടുന്നത്. ഇനി മൊറാലിറ്റി എന്ത് വളർത്തിയെടുക്കും? മൊറാലിറ്റി സിവിക് കോൺഷ്യസ് വളർത്തിയെടുക്കും. വേറെ ഇമൊറാലിറ്റി ഡിസ്ട്രോയ് ചെയ്യും. പിന്നെ ക്രിയേഷൻ മോറൽ കോൺഷ്യസ് ഇൻ ആൾ വാക്സ് ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും മൊറാലിറ്റി വളർത്തിയെടുക്കലാണ് സിവിക് കോൺഷ്യസ് വളർത്തിയെടുക്കൽ ഏറ്റവും നല്ല മാർഗ്ഗം. പിന്നെ ഇത് മനസ്സിലാക്കി വെച്ചിരിക്കണം. കറപ്ഷൻ എന്താണ്? ആബ്സെൻസ് ഓഫ് സിവിക് കോൺഷ്യസ് ആണ് ഇല്ലേ? ഇപ്പോൾ പ്രൊട്ടക്ട് നേച്ചർ അതെന്താണ്? സിവിക് കോൺഷ്യസ് ഉള്ള ആൾക്കാരുടെ പ്രത്യേകതയാണ്. അപ്പോൾ ഇങ്ങനെ രീതിയിൽ മനസ്സിലാക്കി വെച്ചിരിക്കണം. പിന്നെ വാട്ട് ഈസ് ദ മേജർ ചലഞ്ച്? ഇസ് ദ മൈൻഡ് സെറ്റ് ടു എനിത്തിങ് ഫോർ ദ സേക്ക് ഓഫ് ഓൺസ് ഓൺ പേഴ്സണൽ ട്രസ്റ്റ്. സ്വന്തം താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യലാണ്? സിവിക് കോൺഷ്യസ് നേടുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ഇസ് ദ മൈൻഡ് സെറ്റ് ടു എനിത്തിങ് ഫോർ ദ സേക്ക് ഓഫ് വൺസ് ഓൺ പേഴ്സണൽ റൈറ്റ്. അതെങ്ങനെ മറികടക്കാൻ സാധിക്കും? ഒരു 3 പോയിന്റുകൾ പഠിച്ചു വയ്ക്കണം. ഈച്ച് വൺ ഷുഡ് ഇവാലുവേറ്റ് ആക്ടിവിറ്റീസ് ക്രിട്ടിക്കലി. ഓരോരുത്തർ എങ്ങനെ പ്രവർത്തിക്കണം? അത് വിമർശനാത്മകം വിലയിരുത്തണം. ഷുഡ് വർക്ക് ഓൺസ് ഇൻട്രസ്റ്റ് വിത്തൗട്ട് എങ്ങനെയാണ് ഗോയിങ് അഗൈൻസ്റ്റ് പബ്ലിക് ഇൻട്രസ്റ്റ്. പിന്നെ ഈക്വൽ വേ ഷുഡ് ബി ഗിവൺ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. അപ്പോൾ ഓരോ പരിഗണന അവകാശങ്ങൾ കടമകൾക്ക് നൽകേണ്ടതുണ്ട്. പിന്നെ അടുത്ത ഭാഗത്തിൽ പോലെ സോഷ്യൽ ആൻഡ് സ്റ്റഡിങ് സിവിക് കോൺഷ്യസ് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മളെ വ്യക്തികളെ പ്രാപ്തനാക്കി. എക്വിപ്പ് ദ ഇൻഡിവിജ്വൽ ടു റെസ്പെക്ട് ഡൈവേഴ്സിറ്റി. അങ്ങനെ എഴുതി വെച്ചാൽ മതി. എക്വിപ്പ് ദ ഇൻഡിവിജ്വൽ ടു റെസ്പെക്ട് ഡൈവേഴ്സിറ്റി. അതുപോലെ തന്നെ ഡിഫറൻറ്റ് കണ്ടസ്റ്റ് ഓഫ് എന്തിനാണ്? പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് എൻവയോൺമെൻറ്റ്. ഒരു സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പ്രശ്നങ്ങളെ വിവിധ തലങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ നമ്മളെ സഹായിക്കും. ഇനി ആ പ്രശ്നങ്ങളുടെ എല്ലാം കോംപ്രിഹെൻസീവ് സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യും. അടുത്ത ഡിസ്ട്രിബ്യൂട്ട് മെസ്സേജസ് പീസ് ആൻഡ് കോപ്പറേഷൻ. സമാധാനത്തിൻ്റെയും അതുപോലെ തന്നെ സഹകരണത്തിൻ്റെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കും. മേക്സ് ദ ഇൻഡിവിജ്വൽ സിവിക് കോൺഷ്യസ് ആൻഡ് ആക്ഷൻ ഓറിയൻറ്റ്. വ്യക്തികളെ എന്താക്കി മാറ്റാൻ പ്രേരിപ്പിക്കും? സിവിക് കോൺഷ്യസ് ആക്കി മാറ്റുകയും അതുപോലെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് മാറ്റുന്നതിന് സഹായകമായി തരും. പിന്നെ അതിനുശേഷം അടുത്ത ബദൽ സിവിക് കോൺഷ്യസ് എന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. ക്വസ്റ്റ്യൻ അറിയാം. ലിസ്റ്റ് ഓഫ് ദ ഫീച്ചേഴ്സ് അതാണ് നമ്മൾ ഡൈവർജൻറ്റ് തിങ്കിങ് മനസ്സിലാക്കിയത്. പിന്നെ മൊറാലിറ്റി എന്നറിയാം. മൊറാലിറ്റി മീൻസ് എബിലിറ്റി ടു റെക്കഗ്നൈസ് വിർച്യൂസ് ഫ്രം വൈസസ്. പിന്നെ അതുപോലെ പ്രോബ്ലം ഫേസ്ഡ് ബൈ സൊസൈറ്റി അതാണ് കറപ്ഷൻ. അതിൽ നമ്മൾ തുടക്കം പറഞ്ഞ കാര്യം. വാട്ടർ സ്കേസിറ്റി, ഗിവ് എക്സാമ്പിൾസ്, ഐഡിയൽ മോഡൽസ് അതാണ് നമ്മൾ പറയുക. കല്യാൺ, പൊക്കടൻ, ഹജ്ജബ്ബ ഇവിടെ കൊടുത്തിരിക്കുന്നു. മദർ തെരേസ തുടങ്ങിയത് ഇതൊക്കെയാണ് എക്സാമ്പിൾ. പിന്നെ അതിനുശേഷം റോൾ ഓഫ് ഫാമിലി ഇതാണ് റിപ്പീറ്റഡ് ചോദ്യം. ഫാമിലി ആൻഡ് എഡ്യൂക്കേഷൻ. പിന്നെ സജസ്റ്റ് മെത്തേഡ് എങ്ങനെ ഓവർകം ചെയ്യാൻ മെത്തേഡ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ എങ്ങനെ മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എങ്ങനെയാണ് മറികടക്കാൻ സാധിക്കുന്നത്? ഈക്വൽ വെയിറ്റ് ഷുഡ് ബി ഗിവൺ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. ഈച്ച് വൺ ഷുഡ് വാലിറ്റീസ് ആക്ടിവിറ്റി ക്രിട്ടിക്കലി. അങ്ങനെയൊക്കെ മറികടക്കാൻ സാധിക്കും. പിന്നെ സോഷ്യൽ സയൻസ് ലേണിംഗ് എങ്ങനെയാണ് നമ്മളെ സിവിക് കോൺഷ്യസ് ആക്കി മാറ്റുന്നതാണ്. റെസ്പെക്ട്, ഡൈവേഴ്സിറ്റി ആൻഡ് ബിഹേവിയർ ടോളറൻസ് അങ്ങനെയൊക്കെ മാറ്റാൻ സാധിക്കും. ഇതാണ് ഇത്രയാണ് ഈ ചാപ്റ്റർ.